നമ്മൾ പഠിക്കാൻ പോണത് ഫസ്റ്റ് ലോ നമ്മൾ ക്ലോസ് സിസ്റ്റത്തിന്റെ പഠിച്ച് അടുത്ത നമ്മൾ ഫസ്റ്റ് ലോ ഓപ്പൺ സിസ്റ്റത്തിന് എങ്ങനെയാണെന്ന് പഠിക്കാൻ പോവാണ്. പിന്നീട് നമ്മൾ സെക്കൻഡ് ലോയിൽ സ്റ്റാർട്ടിങ് പഠിക്കും. സോ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ കൺസിഡർ സിസ്റ്റം ലൈക്ക് ദിസ്. ഒരു കണ്ടെയ്നർ ആണ്. ഈ കണ്ടെയ്നറിന് ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഇവിടെ വേറൊരു ഓപ്പണിംഗ് ഉണ്ട്. ഈ കണ്ടെയ്നറിൽ ഇവിടെ കൂടെ ഫ്ലൂയിഡ് കയറുന്നുണ്ട്, ഇവിടെ കൂടെ ഫ്ലൂയിഡ് ഇറങ്ങുന്നുണ്ട്. ഈ കയറുന്ന ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഈ പറയുന്നത്. എന്തൊക്കെയാണ്? പ്രഷർ, ഇന്റേണൽ എനർജി, മാസ് നമ്മൾ റേറ്റ് ആയിട്ട് പറഞ്ഞുണ്ട്, എം ഡോട്ട്, മാസ് റേറ്റ്, വെലോസിറ്റി, ഏരിയ ആൻഡ് വോളിയം. വോളിയം നമ്മൾ എന്താ പറയുക, വോളിയം ഫ്ലോ റേറ്റ് ആണ്. റേറ്റ് വെച്ചിട്ടാണ് എല്ലാം നമ്മൾ ഇതിനകത്തെല്ലാം നമ്മൾ റേറ്റ് വെച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് പെർ സെക്കൻഡ്, കിലോഗ്രാം പെർ സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞാണ് തരുന്നത്. എല്ലാം റേറ്റ് ആയിരിക്കും തരുന്നത്. അതേപോലെ P2, U2, M2, V2, A2, പിന്നെ V2, ക്യാപിറ്റൽ V2, ഇത് രണ്ടും എക്സിറ്റ് പോയിന്റിലെ സാധനങ്ങൾ. ഇത് എൻട്രി പോയിന്റിലെ പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇത് കയറി ഇറങ്ങുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനകത്തുള്ള മാസ് കോൺസ്റ്റന്റ് അല്ല. നമ്മൾ നേരത്തെ ഉള്ള കേസിൽ അല്ലെങ്കിൽ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റിന്റെ കേസിൽ നമ്മൾ എങ്ങനെ പഠിച്ചത്? ഒരു കൺട്രോൾ സിസ്റ്റം നമ്മൾ എടുത്ത് അത് എക്സ്പാൻഡ് ചെയ്യും, കോൺട്രാക്ട് ചെയ്യും ഗ്യാസിനനുസരിച്ച്. അതായത് ബേസിക്കലി അവിടെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് മാസ് ഓഫ് സം സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, ആ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ സിസ്റ്റമായിട്ട് നമ്മൾ കണക്കാക്കി വെച്ചിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മാസ്, കൺട്രോൾ മാസിനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്. ആ മാസ് എക്സ്പാൻഡ് ചെയ്യും, ബോഡി ഇൻക്രീസ് ആവും, കോൺട്രാക്ട് ചെയ്താൽ ബോഡി ഡിക്രീസ് ആവും. ബോഡി ഇൻക്രീസ് ആയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വർക്ക് ഡൺ ചെയ്യുമെന്ന് പറയാൻ പറ്റും, ഇഫ് ദർ ഈസ് സം എക്സ്റ്റേണൽ പ്രഷർ. ഇവിടെ വാക്വം ആണെങ്കിൽ അതില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യം. ഓക്കെ, അപ്പോ നമുക്ക് ഞാൻ പറഞ്ഞു വരുന്നത് പറഞ്ഞാൽ ഈ കേസിൽ ഈ ഒരു വോളിയമാണ് നമ്മൾ എടുക്കുന്നത്. ഈ വോളിയത്തിനുള്ളിലേക്ക് മാസ് കയറാം, വോളിയത്തിൽ നിന്ന് മാസ് പുറത്തോട്ട് പോകാം. വോളിയത്തിലേക്ക് ഹീറ്റ് കൊടുക്കപ്പെടാം, വോളിയത്തിൽ നിന്ന് വർക്ക് എടുക്കപ്പെടാം. പല രീതിയിൽ വർക്ക് എടുക്കാൻ പറ്റും. ടർബൈനൊക്കെ വെച്ച് നമുക്ക് വർക്ക് എടുക്കാൻ പറ്റും, പല രീതിയിൽ വർക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ എന്ത് വഹിക്കുന്നത്? ഓപ്പൺ സിസ്റ്റം. ഇതിനകത്തോട്ട് മാസ് എൻട്രി ചെയ്യുന്നുണ്ട്, മാസ് എക്സിറ്റ് ചെയ്യുന്നുണ്ട്. എനർജി എൻട്രി ചെയ്യുന്നുണ്ട്, എനർജി എക്സിറ്റ് ചെയ്യുന്നുണ്ട്. മാസിനും എനർജിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. മറ്റേ കേസിൽ എനർജിക്ക് മാത്രമേ പറ്റുള്ളായിരുന്നു, മാസിന് പറ്റില്ലായിരുന്നു. ഓക്കെ, അതാണ് സംഭവം. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കൺസർവേഷൻ ഓഫ് എനർജി മാത്രം നോക്കിയാൽ പോരാ, കൺസർവേഷൻ ഓഫ് മാസും കൂടി നോക്കേണ്ട കാര്യമുണ്ട് ടു അനലൈസ് ദിസ് ടൈപ്പ് ഓഫ് സിസ്റ്റംസ്. ഓക്കെ, മനസ്സിലായോ? ബേസിക്കലി കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ഇതിന്റെ ഇക്വേഷൻ പാർട്ടിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ പാർട്ടിൽ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് രണ്ട് രീതിയിൽ നമുക്ക് ഒരു ഓപ്പൺ സിസ്റ്റം അനലൈസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, സ്റ്റഡി സ്റ്റേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ അൺസ്റ്റഡി സ്റ്റേറ്റും ഉണ്ട്. സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് കയറുന്ന എന്തോ അത്രയും തന്നെ പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും. മാസ് എത്ര മാസ് ഉള്ളിലോട്ട് കയറുന്നോ അത്രയും മാസ് പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരുന്ന അതിന്റെ അർത്ഥം എന്താ? സ്റ്റഡി സ്റ്റേറ്റ് ആണ്. അൺസ്റ്റഡി സ്റ്റേറ്റ് ആണെങ്കിൽ ഈ കയറുന്ന മാസ് ചിലപ്പോൾ ഇറങ്ങുന്ന മാസിനെക്കാട്ടിയും കൂടുതലാവാം, ചിലപ്പോൾ കുറവാകാം. ചിലപ്പോൾ ആ കേസ് നമ്മൾ ഇനി പഠിക്കും. ആ കേസിൽ ഈ ഒരു മാസം പുറത്തു പോവില്ല, ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കും, കൺട്രോൾ കൊടുത്തിട്ട് മാസം വന്നുകൊണ്ടേയിരിക്കും. ഇതെല്ലാം അൺസ്റ്റഡി സ്റ്റേറ്റിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ സ്റ്റഡി സ്റ്റേറ്റ് പഠിക്കാം. സ്റ്റഡി സ്റ്റേറ്റിലാണ് മോസ്റ്റ് ഓഫ് അവർ എന്താ എനർജി ഡിവൈസസ് ലൈക്ക് ടർബൈൻ, കംപ്രസർ ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് ആദ്യം പഠിക്കാം, അതിനുശേഷം നമുക്ക് അൺസ്റ്റഡി സ്റ്റേറ്റിലോട്ട് പോകാം. സ്റ്റഡി സ്റ്റേറ്റിലെ രണ്ട് ഇക്വേഷൻസ് എന്തൊക്കെയാണ്? കൺസർവേഷൻ ഓഫ് മാസ്, ഐ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ്, ഉള്ളിലേക്ക്, എൻട്രി എന്ന് പറയാം. ഇ എന്ന് പറഞ്ഞാൽ എക്സിറ്റ്. ഓക്കെ, അതാണ് ഐ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ചാപ്റ്റർ മൊത്തത്തിൽ. അപ്പോൾ എം ഐയുടെ റേറ്റ് ഈസ് ഈക്വൽ ടു എം ഇയുടെ റേറ്റ്. എത്രത്തോളം കയറുന്നതോ അതിന്റെ റേറ്റ് ഈസ് ഈക്വൽ ടു എത്രത്തോളം ഇറങ്ങുന്നോ അതിന്റെ റേറ്റ്. മാസ് കയറുന്ന റേറ്റ് തന്നെയാണ് മാസ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അതായത് ഇപ്പം 5 കിലോഗ്രാം പെർ സെക്കൻഡിൽ കയറുവാണെങ്കിൽ 5 കിലോഗ്രാം പെർ സെക്കൻഡ് തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഒരു 10 സെക്കൻഡ് നമ്മൾ നോക്കി നോക്കിയാൽ 5 കിലോഗ്രാം പെർ സെക്കൻഡ് കയറുവാണെങ്കിൽ 10 സെക്കൻഡിൽ എത്ര കയറും? 50 കിലോഗ്രാം ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവും. അത്ര 50 കിലോഗ്രാം പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. അതാണ് ഈ പറയുന്ന എം ഐയുടെ റേറ്റ് ഈസ് ഈക്വൽ ടു എം ഇയുടെ റേറ്റ് നമുക്ക് പറയാം. അതേപോലെ തന്നെ ഉള്ളിലേക്ക് എന്ത് എനർജി കയറുന്നോ അത് തന്നെയാണ് പുറത്തോട്ട് വരുന്ന എനർജി. അതായത് ഇവിടെ ഉള്ളിലേക്ക് കയറുന്ന എനർജി ഏതൊക്കെയാണ്? നമ്മുടെ
ഇന്റേണൽ എനർജിയുടെ റേറ്റ് P1 V1 എന്ന് പറയുന്ന സാധനം. എന്താണ് P1 V1 എന്ന് പറയുന്നത്? അത് നമുക്ക് ഫ്ലോ എനർജി എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഈ PV എന്ന് പറഞ്ഞാൽ MRT ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഈ ഉദ്ദേശിക്കുന്നത്. P1 V1 എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രഷർ ഇൻറ്റു വോളിയം, ആ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് എനർജിയാണ്. ഈ P1 V1 എന്ന് പറയുന്ന ഒരു എനർജി ഈ ഒരു സിസ്റ്റത്തിനുള്ളിലേക്ക് നമ്മൾ ഫ്ലോ ചെയ്യാനുള്ള ഒരു എനർജി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെയാണ് അതിനെ പറയുന്നത്. ഫ്ലോ എനർജി എന്നാണ് പറയുന്നത്. P1 V1 എന്നാണ് അതിനെ നമ്മൾ വിളിക്കുന്നത്. അപ്പം ആ ഒരു P1 V1 അത് നമ്മൾ മനസ്സിലാക്കണം. പ്രഷർ ഇൻറ്റു വോളിയം തന്നെയാണ്. അവിടെ കയറുന്ന പ്രഷർ ഇൻറ്റു അവിടുത്തെ ആ വോളിയം റേറ്റ്, പ്രഷർ ഇൻറ്റു വോളിയം റേറ്റ്, വോളിയം കയറുന്ന റേറ്റ്, അതാണ് ആ P1 V1 എന്ന് പറയുന്നത്. അത് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നീട് ഹാഫ് എം വി സ്ക്വയർ നമ്മുടെ കൈനറ്റിക് എനർജി mg(Z1). എന്താ Z1? ഇതാ Z1. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇത്രയും പൊക്കത്തിലാണ് ഇത് കയറുന്നത്. അപ്പോൾ അത്രയും ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. പ്ലസ് ഹീറ്റ്, ഏതെങ്കിലും ഹീറ്റ് നമ്മൾ സപ്ലൈ ചെയ്യുന്നെങ്കിൽ, Q ഹീറ്റ് സപ്ലൈ ചെയ്യുന്നെങ്കിൽ ആ ഹീറ്റിന്റെ റേറ്റ് Q ഡോട്ട്, ഹീറ്റിന്റെ റേറ്റ്. ഓക്കെ. അതേപോലെ തന്നെ തിരിച്ച് ഇപ്പുറത്തെ ഭാഗത്ത് എന്താ, ഇന്റേണൽ എനർജി ഉണ്ട്, ഫ്ലോ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി V2 ഉണ്ട്. ഇവിടെ വരുന്ന വെലോസിറ്റി V2 ആണ്. ഓക്കെ, ഇതാ വെലോസിറ്റി V2 ആണ്. ദെൻ mg(Z2) ഇതാ ഈ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ഇവിടെ ഉണ്ട്. പ്ലസ് എന്ത്, W എന്ന് പറഞ്ഞാൽ എന്താ, വർക്ക്, റേറ്റ് ഓഫ് വർക്ക്. ഓക്കെ. ഇതിനകത്ത് എല്ലാ യൂണിറ്റുകളും വാട്ട് അല്ലെങ്കിൽ കിലോ വാട്ടിലായിരിക്കും നമ്മൾ പറയുന്നത്. വാട്ട് ആവാൻ കാരണം എന്താ, എനർജി ജൂളിലാണ്, ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ ടൈം വിത്ത് റെസ്പെക്ട് ടൈം, അതായത് ആ ഒരു റേറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് വാട്ടിലാണ് പറയാൻ പറ്റുന്നത്. ഫൈൻ, മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ എനർജി ഇൻ ഈസ് ഈക്വൽ ടു എനർജി ഔട്ട് വെച്ചിട്ട് നമ്മൾ ഈ ഇക്വേഷൻ എഴുതുന്നത്. ഇനി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ വർക്ക് ഔട്ട്പുട്ട് കിട്ടുവാണ്, ആ വർക്ക് നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് നമ്മൾ എഴുതുന്നത്, എനർജി ഔട്ടിലാണ് നമ്മൾ വർക്ക് എഴുതുന്നത്. നമ്മൾ വർക്ക് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? സിമ്പിൾ ആണ്, ഈ ഡബ്ല്യുവിന്റെ വാല്യൂ നെഗറ്റീവ് ഇട്ടാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡബ്ല്യു ഇവിടെ ആഡ് ചെയ്യുന്ന തുല്യം തന്നെ ആയിരിക്കും മാഗ്നിറ്റ്യൂഡ് വൈസ്. അതുകൊണ്ട് തന്നെ ഹീറ്റ് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് പോസിറ്റീവ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ Q ഇവിടെ ഇടുന്നത്, റൈറ്റ് സൈഡിൽ W ഇടും. ഹീറ്റ് റിജക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ Qന് പകരം നമ്മൾ -Q കൊടുക്കും, മൈനസ് വാല്യൂ ഇട്ടാണ് സപ്ലൈ ചെയ്യും. ഈ വർക്ക് ഇവിടെ നടക്കുന്ന നെഗറ്റീവ് വർക്ക് നമ്മൾ കൊടുക്കുവാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് വാല്യൂ ഇട്ടാൽ വേണം ചെയ്യേണ്ടത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ Qവും റൈറ്റ് ഹാൻഡ് സൈഡിൽ Wയും പിന്നെ ബാക്കി എനർജീസ്. അങ്ങനെയാണ് നമ്മുടെ ഈ ഇക്വേഷൻ ഇരിക്കുന്നത്. അതിനനുസരിച്ച് വർക്കിന്റെ ഹീറ്റിന്റെ ഡയറക്ഷൻ അനുസരിച്ച് നമുക്ക് ഇതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂസ് ഇട്ടുകൊണ്ട് എഴുതാൻ മാത്രം മതി. ഓക്കെ, ഫൈൻ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി നമുക്ക് മനസ്സിലായല്ലോ. ആ ഇക്വേഷൻ നമ്മൾ m ഡോട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ റേറ്റ് ഓഫ് മാസ് വെച്ചിട്ട് നമ്മൾ കൊടുത്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് കിട്ടും? സ്പെസിഫിക് എൻതാൽപ്പി. ഓക്കെ, എൻതാൽപ്പിയെ പറ്റി പറഞ്ഞില്ലല്ലോ, എൻതാൽപ്പിയെ പറ്റി പറഞ്ഞില്ല. ഈ കേസിൽ U1 പ്ലസ് P1 V1 കണ്ടോ? നമ്മൾ U പ്ലസ് PV നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞത് ഓപ്പൺ സിസ്റ്റത്തിലാണ് കൂടുതൽ വാലിഡ് ആവുന്നത്. ഇതിന്റെ പേര് എൻതാൽപ്പി എന്നാണ്. U1 പ്ലസ് P1 V1 ആണ് എൻതാൽപ്പി. ഓക്കെ, അപ്പൊ ആ ആദ്യം കയറുന്ന ഒരു എയർ ഉണ്ടല്ലോ, ആ എയറിന് ഇന്റേണൽ എനർജി U1 ഉം അതിനപ്പോൾ ഉണ്ടാകുന്ന പ്രഷർ V1 ഉം പ്രഷർ P1 ഉം അതിന് മൂവ് ചെയ്യുന്ന വോളിയത്തിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ V1 ഉം ആണെങ്കിൽ എൻതാൽപ്പിയുടെ റേറ്റ് ആണ് ഈ പറയുന്ന U1 ഡോട്ട് പ്ലസ് P1 V1 ഡോട്ട്. അപ്പൊ ഇത് എൻതാൽപ്പിയാണ്. അതേപോലെ തന്നെ ഇത് സെക്കൻഡ് പോയിന്റിലെ എൻതാൽപ്പിയാണ്. ഓക്കെ, ഇത് സ്റ്റേറ്റ് 1, ഇത് പറഞ്ഞ സ്റ്റേറ്റ് 2. സ്റ്റേറ്റ് 1 എന്ന് പറയാൻ തെറ്റായിരിക്കും. ഇത് പോയിന്റ് 1, ഇത് പോയിന്റ് 2. 1ലുള്ള എൻതാൽപ്പിയും കാര്യങ്ങളും 2ലുള്ള കാര്യങ്ങളല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആ എൻതാൽപ്പി വരുന്നത്. ആ എൻതാൽപ്പി നമ്മൾ മാസ് ഡിവൈഡ് ചെയ്ത സ്പെസിഫിക് എൻതാൽപ്പി ആവും. ഇവിടെ നമ്മൾ കൈനറ്റിക് എനർജിയെ മാസ് ഡിവൈഡ് ചെയ്താൽ V1² ആവും. അതുപോലെ GZ1 പ്ലസ് Q ഡോട്ടിനെ നമ്മൾ മാസ് ഡിവൈഡ് ചെയ്താൽ സ്മോൾ q ആവും. സ്പെസിഫിക് ഹീറ്റ് സപ്ലൈ എന്ന് വേണമെങ്കിൽ പറയാം. വർക്കും അങ്ങനെ ആവും. അപ്പോൾ ആ അവസാനം നമുക്കത് കിലോ ജൂൾ പെർ കിലോഗ്രാമിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. പക്ഷെ കിലോ വാട്ട് പെർ കിലോഗ്രാം അല്ല. അതെന്താണെന്ന് അറിയാമോ? ബിക്കോസ് നമ്മൾ m ഡോട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. m വെച്ചിട്ടല്ല, മാസ് റേറ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ റേറ്റ് മേളിൽ പോകും, ആ ടൈം മേളിൽ പോയി നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന വാട്ട് ക്യാൻസൽ ചെയ്ത് കിലോ ജൂൾ പെർ കിലോഗ്രാമിൽ നമുക്ക് ആൻസർ കിട്ടും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് ജസ്റ്റ് Q എന്ന് നമുക്ക് പറയാം, ഇവിടെ നമുക്ക് ജസ്റ്റ് വർക്ക് എന്നും പറയാം. കിലോ ജൂൾ പെർ കിലോഗ്രാം എന്നുള്ള രീതിയിലായിരിക്കും ഇതിനകത്തുള്ള ഓരോ സാധനങ്ങളുടെയും യൂണിറ്റ്സ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി നെഗ്ലക്ട് ചെയ്ത് കഴിയുന്ന കേസ് ആണെങ്കിൽ നമുക്ക് ഇതും നെഗ്ലക്ട് ചെയ്യാം. അവസാനം എൻതാൽപ്പികളും വർക്കും ഹീറ്റും മാത്രമേ നമ്മുടെ ഇക്വേഷൻസിൽ കാണുള്ളൂ.
ഈ ഡോട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, എനിക്ക് തെറ്റിപ്പോയി. ഈ ചുവന്നിട്ടേക്കുന്നതൊന്നും ഡോട്ട് ഇല്ല. ഓക്കെ, ഓക്കെ. നൗ ആ ഇക്വേഷൻ h1 plus q is equal to h2 plus w എന്നാവും. അതിനകത്ത് നമുക്ക് q is equal to h2 minus h1 into plus w എന്ന് പറയാൻ പറ്റും. ഈ h2 minus h2 നമുക്ക് ഡെൽറ്റ എച്ച് എന്ന് വിളിക്കാം. അപ്പോൾ q is equal to ഡെൽറ്റ എച്ച് പ്ലസ് w ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, അതേപോലെ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ മാസ് എം ഡോട്ട് ഡിവൈഡ് ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, q ഡോട്ട് is equal to ഡെൽറ്റ എച്ച് പ്ലസ് w ഡോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെ നമുക്ക് നേരത്തെ എവിടെയെങ്കിലും കണ്ട പരിചയമുണ്ടോ? നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലെ ക്ലോസ് സിസ്റ്റം പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് Q ഈസ് ഈക്വൽ ടു കൊടുക്കുന്ന ഹീറ്റ് ഈസ് ഈക്വൽ ടു ഇന്റർണൽ എനർജി ചേഞ്ച് പ്ലസ് വർക്ക് ഡൺ. ഇവിടെ ഇന്റർണൽ എനർജി ചേഞ്ച് എന്തായിട്ട് മാറും? എൻതാൽപ്പി ചേഞ്ച് ആയിട്ട് മാറും ഫോർ ഓപ്പൺ സിസ്റ്റം. അത് മാത്രമാണ് ഇതിലുള്ള ഡിഫറൻസ്. ഡിഫറൻഷ്യൽ ഫോമിൽ എഴുതുവാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഡെൽ ക്യൂ ഡോട്ട് ഈസ് ഈക്വൽ ടു ഡി എച്ച് പ്ലസ് ഡെൽ ഡബ്ല്യു ഡോട്ട്. പിന്നെ ഈ ഡോട്ടിന്റെ കാര്യം നിങ്ങൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവണ്ട. കാരണം വെച്ചാൽ നമുക്ക് പ്രോബ്ലം തരുമ്പോൾ അതിനകത്ത് ഓൾറെഡി ഇതിനകത്ത് ഉണ്ടാവും ഇന്ന സാധനങ്ങൾ, റേറ്റ് എന്താണ്, ടൈം എന്താണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് ഡോട്ട് ഉണ്ടോ ഡോട്ട് ഇല്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് കൂടുതൽ നിങ്ങൾ കെയർ ചെയ്യേണ്ട കാര്യമില്ല, പക്ഷേ കൺസെപ്റ്റ്സ് മനസ്സിലാക്കണം. ഓക്കെ ആണോ? ഫൈൻ. ഇനി നമുക്ക് വേറൊരു കാര്യം ഡിസ്കസ് ചെയ്യാം, വർക്ക് ഡൺ ഫോർ ഓപ്പൺ സിസ്റ്റം. വർക്ക് ഡൺ ഫോർ ക്ലോസ് സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞ് ഡെൽ ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഡി വി. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കും ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് ചെയ്യുന്ന വർക്ക് ഇൻ്റഗ്രൽ 1 to 2 പി ഡി വി, v1 to v2 നമ്മൾ പറഞ്ഞു. അതേപോലെ നമുക്ക് എന്ത് പറയാൻ പറ്റും, സ്റ്റഡി ഫ്ലോ കേസിന് അല്ലെങ്കിൽ ഓപ്പൺ സിസ്റ്റത്തിൽ സ്റ്റഡി ഫ്ലോ നടത്തുന്ന ഓപ്പൺ സിസ്റ്റത്തിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, there is some work. ആ വർക്കിനെ നമുക്ക് ഡെൽ ഡബ്ല്യു കൺട്രോൾ വോളിയം എന്ന് വിളിക്കാം. അതിന്റെ ഇക്വേഷൻ വി ഡി പി അല്ല മൈനസ് വി ഡി പി ആയിരിക്കും. വി ഡി പി അല്ല മൈനസ് വി ഡി പി ആയിരിക്കും. അതിന്റെ മൈനസിലുള്ള റീസൺ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് വോളിയം ഇൻക്രീസ് ആയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, വർക്ക് നടന്നു. ഈ ഡി വി അപ്പം ഡി വി പോസിറ്റീവ് ആണെങ്കിൽ വർക്ക് കടന്നു പറയാൻ പറ്റും. പക്ഷേ ഈ കേസിൽ പ്രഷർ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട് മാറുന്നതാണ് വർക്കിന്റെ മാനദണ്ഡം. ലോ പ്രഷറിൽ ഹൈ പ്രഷറിലോട്ട് ആവണമെങ്കിൽ വർക്ക് അങ്ങോട്ട് കൊടുക്കാം. ഹൈ പ്രഷറിൽ ലോ പ്രഷർ ആവണമെങ്കിൽ അതിനർത്ഥം വർക്ക് കുറച്ച് നമുക്ക് കിട്ടിയെന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ആ നെഗറ്റീവിന്റെ ആവശ്യത്തോടെ വരുന്നത്. അതുകൊണ്ടാണ് മൈനസ് വി ഡി പി നമുക്ക് പറയേണ്ടി വരുന്നത്. V1 will be greater than P2 always. മറ്റേടത്ത് അങ്ങനെ അല്ലായിരുന്നു, V2 will be greater than V1. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, പി ഡി വി ഡയറക്റ്റ് പറയാം. ഇവിടെ നമുക്ക് മൈനസ് വി ഡി പി എന്ന് പറഞ്ഞാലേ കറക്റ്റ് വർക്ക് ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വർക്ക് കൺട്രോൾ വോളിയം മൊത്തത്തിൽ എടുക്കുവാണെങ്കിലോ ഇന്റഗ്രൽ 1 to 2 മൈനസ് വി ഡി പി എഴുതാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് പറയാം, ഓപ്പൺ സിസ്റ്റത്തിന്റെ വർക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് എന്താ ഇക്വേഷൻ മാറ്റാൻ പറ്റും, നമ്മൾ നേരത്തെ പറഞ്ഞ ഇതേ ഇക്വേഷൻ, ഈ സെയിം ഇക്വേഷൻ നമുക്ക് ഡെൽ ക്യൂ ഇസ് ഈക്വൽ ടു ഡി എച്ച് മൈനസ് വി ഡി പി എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ക്ലോസ് സിസ്റ്റം ആണെങ്കിലോ ഡെൽ ക്യൂ ഇസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ്. ഫൈനല്ലേ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കണ്ടോ, ഈ ഇക്വേഷൻ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വർക്കിന്റെ ഈ ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ 1 to 2 ഒക്കെ പറഞ്ഞ പോലെ ഇന്റഗ്രേറ്റ് ചെയ്ത് പല പ്രോസസ്സുകൾക്ക് പല വർക്കുകളുടെ ഇക്വേഷൻസ് നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നമ്മളിത് ഓൾറെഡി ഏതിന് ചെയ്തതാണ്, ക്ലോസ് സിസ്റ്റത്തിന് ചെയ്തതാണ്. എല്ലാ ഇക്വേഷനും പി വി റൈസ് ടു സം വാല്യൂസ് കോൺസ്റ്റന്റ് ഓഫ് ഇക്വേഷൻ ആയിരിക്കും. അപ്പം ഈ പറയുന്ന വിനെ പിയുടെ ടേംസിലാക്കിയതിനു ശേഷം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഇത് ചെയ്തിട്ടുള്ള ഒരു പ്രാവശ്യം വീണ്ടും ഞാൻ പറയുന്നില്ല എങ്ങനെയാണെന്ന്. സോ നമ്മൾ അത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് നമുക്ക് ഫൈനൽ റിസൾട്ടിലോട്ട് നമുക്ക് ഡയറക്റ്റ് പോവാം.
റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഐസോകോറിക്കും ഐസോബാറിക്കിനും ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ട്. മറ്റേ കേസിൽ ക്ലോസ് സിസ്റ്റത്തിന്റെ കേസിൽ ഐസോകോറിക് പ്രോസസ്സിന്റെ വോളിയം ചേഞ്ച് ആവുന്നില്ല. വോളിയം ചേഞ്ച് ആയില്ലെങ്കിൽ വർക്കില്ല. ഇവിടെയും വോളിയം ചേഞ്ച് ആവുന്നില്ല എന്ന് പറഞ്ഞ് വർക്കില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം പ്രഷറാണ് നമ്മുടെ ആള്. ഓപ്പൺ സിസ്റ്റത്തിലെ പ്രഷറിന്റെ വേരിയേഷൻ ആണ് എന്താ ഡിവൈസ് ആവുന്നത്, വർക്കായിട്ട് മാറുന്നത്. ഇവിടെ വി ഇൻറ്റു P2 മൈനസ് P1 മൈനസ്, ജസ്റ്റ് ലൈക്ക് വി ഡി പി തന്നെയാണ്, വി ഡി പി തന്നെയാണ്, മൈനസ് വി ഡി പി തന്നെയാണ്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, വി ഇൻറ്റു P1 മൈനസ് P2 എന്ന് പറയാം. ഹൈ പ്രഷർ ലോ പ്രഷറിലോട്ട് മാറുന്നെങ്കിൽ ഓക്കെ, അത് നമുക്ക് മൈനസ് വി ഇൻറ്റു P2 മൈനസ് P1 എന്ന് പറയാം. ഐസോകോറിക് പ്രോസസ്സിലാണ് വർക്ക് ഉള്ളത്. ഐസോബാറിക് പ്രോസസ്സിൽ പ്രഷർ മാറുന്നില്ല, അവിടെ വർക്ക് സീറോ ആണ്. ഓക്കെ, ഫൈനല്ലേ. അതേപോലെ ഐസോതെർമലിന്റെ മറ്റേ സ്ഥലത്ത് എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ, അതേ ഇക്വേഷൻ തന്നെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, P1 V1 ln V2 by V1 നമ്മൾ നേരത്തെ പറഞ്ഞു, P2 V2 ln V2 by V1, P1 V1 ln P1 by P2, P2 V2 ln P1 by P2. ഈ 4 ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ P1 V1 നമുക്ക് എപ്പോൾ വേണമെങ്കിലും MRT1 എന്ന് വിളിക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇക്വേഷൻ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. MRT1 ഇൻറ്റു ln V2 by V1 എന്നോ ln P1 by P2 എന്നോ ഒക്കെ നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ. അങ്ങനെ 3 ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഐസോകോറിക്കിന്റെ ഇക്വേഷൻ പഠിച്ച്, ഐസോബാറിക്കിന്റെ ഇക്വേഷൻ പഠിച്ച്, ഐസോതെർമൽ ഇക്വേഷൻ പഠിച്ച്. അഡിയാബാറ്റിക്കിന്റെ പോളിട്രോപ്പിന്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ക്ലോസ് സിസ്റ്റത്തിന് വർക്ക് ഉണ്ടല്ലോ, ക്ലോസ് സിസ്റ്റത്തിന് ഒരു വർക്ക് ഉണ്ടല്ലോ, ആ വർക്കിനെ നമ്മൾ ഗാമ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും അഡിയാബാറ്റിക്, n വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും പോളിട്രോപ്പിക്കിന്റെ വർക്ക് ആവും. അതായത് ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ, P1 V1 minus P2 V2 divided by gamma minus 1 into gamma അഡിയാബാറ്റിക്. പോളിട്രോപ്പിക് ആകുമ്പോഴോ P1 V1 minus P2 V2 divided by n minus 1 into n. അതാണ് പോളിട്രോപ്പിക്കിന്റെ വർക്ക്. ക്ലോസ് സിസ്റ്റം വർക്കിനകത്ത് ആ ഇൻറ്റു n ഇൻറ്റു ഗാമയും കാണത്തില്ല, ബാക്കി കാണും. ഈ കേസിൽ ഒരു ഗാമയോ അല്ലെങ്കിൽ ഒരു ഇൻറ്റു എന്നും കൂടെ കാണും. അങ്ങനെ നമുക്ക് n ഇൻറ്റു വർക്ക് ലോസ്റ്റ് എന്ന് പോളിട്രോപ്പിക് വർക്കിനെ വിളിക്കാം. ഫൈൻ ഫൈൻ ഫൈൻ. ഓക്കെ അല്ലേ, സിമ്പിൾ അല്ലേ, അത്രേ ഉള്ളൂ. അതേ സാധനം തന്നെ നമുക്ക് P1 V1 P2 V2 നമുക്ക് MR P1 മൈനസ് P2 എന്ന് വിളിക്കാം. P1 V1 MR T1 എന്നും P2 V2 MR T2 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും P1 V1 മൈനസ് P2 V2 നമുക്ക് MR T1 മൈനസ് P2 എന്ന് വിളിക്കാൻ പറ്റും. അത് അതിന്റെ ഒരു വേരിയേഷൻ ആണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ കേസിൽ വർക്കുകൾ കിട്ടുന്നത്. ഓക്കെ, ഓപ്പൺ സ്റ്റഡി ഫ്ലോ കേസുകളിലെ വർക്കിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. റെഡി അല്ലേ, സെറ്റ് അല്ലേ. അടുത്തത് ഇനി നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ് നോക്കാം. നോസില്, കംപ്രസർ, ടർബൈന്, ബോയിലർ, ഈ 4 ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ഓരോന്നിനും എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ച അതേ ഇക്വേഷൻ തന്നെയാണ്. ഇത് ഈ ഇക്വേഷൻ h1 plus half m v square plus mg z1 plus q is equal to h2 plus half m v2 square plus mg z2 plus w. ഇക്വേഷൻ ഇത് തന്നെയാണ്, മാറുന്നില്ല. പക്ഷേ അസംഷൻസ് പലതാണ്. അതെങ്ങനെ മനസ്സിലാക്കുന്നത്? നോസിൽ എന്തിനാ യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക, കംപ്രസർ എന്തിനാ യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക, ടർബൈൻ എന്തിനാ യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക, ബോൾ എന്തിനാ യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അസംഷൻസ് കിട്ടും. നോസിലിന്റെ ഉപയോഗം എന്താ? ഒരു എൻതാൽപ്പി ഉള്ള ഒരു സാധനം, അതായത് ഒരു സം സോർട്ട് ഓഫ് ഇന്റർണൽ എനർജി പ്ലസ് P1 V1 ഉള്ള ഫ്ലോ എനർജി ഉള്ള ഒരു പർട്ടിക്കുലർ എൻതാൽപ്പി ഉള്ള ഒരു ഗ്യാസ്. അതിന്റെ കുറച്ച് എൻതാൽപ്പിനെ വെലോസിറ്റി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആളുടെ പേരാണ് നോസിൽ. ഈ കേസിൽ ഹീറ്റ് ഇൻപുട്ടും ഇല്ല, വർക്ക് ഇൻപുട്ടും ഇല്ല, ഹീറ്റ് ഔട്ട്പുട്ടും ഇല്ല, വർക്ക് ഔട്ട്പുട്ടും ഇല്ല, ജസ്റ്റ് കൺവേർഷൻ ഓഫ് എൻതാൽപ്പി ഇൻടു കൈനറ്റിക് എനർജി. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. H1 is equal to H2 plus half m V2 square. H1 എന്ന് പറയുന്ന ആ ഒരു ഫുൾ എനർജി, കയറിയ എനർജീനെ അത് വളരെ സ്ലോ ആയിട്ടൊക്കെ നമ്മൾ അസ്യൂം ചെയ്യും. അതായത് വെലോസിറ്റി നെഗ്ലിജിബിൾ ആണെന്ന് അസ്യൂം ചെയ്യും. എന്നിട്ട് H2 plus half m V2 square ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും എന്താ, H2 H1 ചെറുതായിരിക്കും. H2നും half m V2 സ്ക്വയറിനും കൂടെ സമ്മേ നമുക്ക് H1 ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു എനർജി ഇക്വേഷൻ വേണ്ടി മാറുന്നത്. H1 is equal to H2 plus half m V2 square. ഈ ഡോട്ടിന്റെ കാര്യം ഓർത്തോണം, നമുക്ക് ഡോട്ടുകളുണ്ട്. ഹാഫ് എം ഡോട്ട് V2 സ്ക്വയർ എന്ന് വേണേൽ പറയാം. ഓക്കെ അല്ലേ, ഫൈനല്ലേ. അപ്പോൾ അസംഷൻസ് ഒന്ന് നോക്കാം. നോസിൽ ഇൻസുലേറ്റഡ് ആണ്, അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഹീറ്റ് ഇല്ല, വർക്ക് ചെയ്യുന്നില്ല, സോ വർക്കില്ല. ഇൻലെറ്റ് വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ ഇൻലെറ്റ് വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് നെഗ്ലിജിബിൾ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുക, നമുക്ക് ഇത് എന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ എന്താ, ഈ പറയുന്ന പൊട്ടൻഷ്യൽ എനർജികളും ഇല്ല. അതുകൊണ്ട് ഒരു സംശയം കൂടെയുണ്ട്,
no potential energy change, no significant potential energy change. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്ക് നോസിലിന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയല്ലോ. ഈ ഇക്വേഷനകത്ത് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാമല്ലോ. വെലോസിറ്റി കണ്ടുപിടിക്കുക, റൂട്ട് ഓഫ് 2 × h1 - h2 ഡിവൈഡ് ബൈ m ഡോട്ട് ഈസ് ഈക്വൽ ടു h1 - h2 ഡിവൈഡ് ബൈ m ഡോട്ടിന് നമുക്ക് എന്ത് വിളിക്കാം, റൂട്ട് ഓഫ് 2 × h1 - h2. ഇതെല്ലാം ഡോട്ട് ഉണ്ട്, h1 ഡോട്ടാണ്, ഇത് h2 ഡോട്ടാണ്, ഇത് h1 ഡോട്ടാണ്, ഇതും h2 ഡോട്ടാണ്. പക്ഷേ h1 ഡോട്ട് ഡിവൈഡ് ബൈ m ഡോട്ട് എന്ന് പറയുമ്പോൾ അത് സ്മോൾ h1 മാത്രമാവും, കിലോ ജൂൾ പെർ കിലോഗ്രാം, അത് മാത്രമാവും. ഓക്കെ, അപ്പോൾ 2 × h1 - h2 ആവും. പിന്നെ ഇത് കണ്ടോ, ഇതിനെ നമുക്ക് 2 × h1 - h2 ഇവര് റൂട്ട് ഓഫ് 2 CP T1 - T2 എന്ന് എഴുതാം. എങ്ങനെ ഇത് എഴുതാൻ പറ്റുന്ന, അത് നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. എൻതാൽപ്പി ചേഞ്ചിനെ അപ്പോൾ നമുക്ക് ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യം എന്താ, MCV ഡെൽറ്റ ടി നമുക്ക് എഴുതാം. ഞാൻ പറയുന്നത് മാസ് ഉള്ള കേസ്. അതേപോലെ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എച്ച്, ഇത് ക്യാപിറ്റൽ യു ആണ്, സ്മോൾ യു ആകുമ്പോൾ എം കാണില്ല. ക്യാപിറ്റൽ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ MCP ഡെൽറ്റ ടി എന്ന് എഴുതാൻ പറ്റും. അതെങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും എന്നാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം എങ്ങനെ എഴുതാൻ പറ്റുമെന്ന്. H1 എന്ന് പറഞ്ഞാൽ എന്താ, U1 + P1 V1, ഇതെല്ലാം ക്യാപിറ്റൽ ആണ്. ഓക്കെ, H2 എന്ന് പറഞ്ഞാൽ എന്താ, U2 + P2 V2. ഓക്കെ, ഇതെല്ലാം റേറ്റ് ആണ്, എല്ലാം റേറ്റ് ആണ്. ഓക്കെ, H1 - H2 നമ്മൾ ചെയ്താലോ, U1 - U2 + P1 V1 - P2 V2 നമുക്ക് എഴുതാം. അപ്പോൾ ഈ U1 - U2 എന്നുള്ള സാധനം എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും പറഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ആയിരിക്കും അതിന്റെ റേറ്റ്, ചേഞ്ച് ഇൻ എനർജി, ഇന്റേണൽ എനർജിയുടെ റേറ്റ്. അപ്പോൾ MCV ഡെൽറ്റ ടി നമുക്ക് വിളിക്കാം, MCV T1 - T2, അതിനകത്ത് M നമ്മൾ ഡോട്ട് ഇട്ട്, അപ്പോൾ MCV T1 - T2 പ്ലസ് PV എന്ന് പറഞ്ഞാൽ എന്താ, MRT. അപ്പോൾ P1 V1 ഡോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, M ഡോട്ട് ഇൻറ്റു RT എന്ന് പറയാം. അതുകൊണ്ട് P1 V1 ഡോട്ട് - P2 V2 എന്ന് പറഞ്ഞാൽ M ഡോട്ട് R T1 - T2 എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഈ പറയുന്ന M ഡോട്ടിനെയും T1 - T2 ഞാൻ പുറത്തെടുത്താലോ, ഒരുമിച്ച് എടുത്താലോ, അപ്പം M ഡോട്ട് T1 - T2 ഇൻറ്റു CV + R എന്ന് വിളിക്കാം. CV + R എന്ന് വിളിക്കാം. നമുക്ക് ഓൾറെഡി അറിയാവുന്ന വേറൊരു കാര്യമുണ്ട്, CP - CV 6 ആണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, CV + R നെ CP എന്ന് വിളിക്കാം. നമുക്ക് എൻതാൽപ്പി ചേഞ്ചിനെ M ഡോട്ട് CP T1 - T2 എന്ന് വിളിക്കാം. ക്ലിയർ ആയോ? അങ്ങനെ നമുക്ക് ഈ പറയുന്ന, ഇപ്പൊ ഇത് ഡെൽറ്റ എച്ച് ഡോട്ട് ആണ്. അപ്പം സ്മോൾ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ N ഡോട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് തുല്യമാണ് CP T1 - T2. അതാണ് ഈ പറയുന്ന എഴുതിയേക്കുന്നത്. നമ്മൾ എവിടെ എഴുതിയത്, അയ്യോ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 2 × H1 - H2 എന്നുള്ളത് റൂട്ട് ഓഫ് 2 × CP × T1 - T2 ആയിട്ട് കൺവേർട്ട് ആയി. ഓക്കെ, വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടണമെങ്കിൽ CPക്കും T1 - T2നും എല്ലാം SI യൂണിറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ കാര്യം. സോ അത്രേ ഉള്ളൂ നമ്മുടെ സംഭവം. ഇപ്പോൾ നോസിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു എൻതാൽപ്പിനെ എൻതാൽപ്പി പ്ലസ് കൈനറ്റിക് എനർജി ആയിട്ട് ഔട്ട്ലെറ്റ് കൺവേർട്ട് ചെയ്യും, കുറച്ച് എൻതാൽപ്പിനെ കൈനറ്റിക് എനർജി കൺവേർട്ട് ചെയ്യും. അതാണ് നമ്മുടെ നോസിലിന്റെ പ്രത്യേകത. കംപ്രസറും ടർബൈനും ഒരുമിച്ച് പഠിക്കുന്നു. കംപ്രസറിൽ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് എൻതാൽപ്പി ഉണ്ടാവും, അതായത് വരുന്ന ഗ്യാസിന് ഒരു എൻതാൽപ്പി ഉണ്ടാവും. ഓക്കെ, നമ്മൾ കുറച്ച് വർക്ക് അതിനകത്ത് എക്സ്ട്രാ ചെയ്ത് അതിന്റെ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യും. അതാണ് കംപ്രസറിൽ നടക്കുന്ന കാര്യം. എൻതാൽപ്പിക്കകത്ത് നമുക്ക് ഓൾറെഡി അറിയാം, ഇന്റേണൽ എനർജിയുടെ ഫാക്ടറും ഉണ്ട്, പ്രഷറിന്റെ ഫാക്ടറും ഉണ്ട്. അപ്പോൾ ഇന്റേണൽ എനർജിയുടെ ഫാക്ടറും പ്രഷറിന്റെ ഫാക്ടറും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എൻതാൽപ്പി കൂടി എന്ന് പറയാൻ പറ്റും. കംപ്രസർ കേൾക്കുമ്പോൾ തന്നെ അറിയാം, പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ യൂസ് ചെയ്യും. അപ്പോൾ കുറച്ച് വർക്ക് യൂസ് കൊടുത്തിട്ടാണ് അത് സംഭവിക്കുന്നത്. ആ ഇൻപുട്ട് എൻതാൽപ്പിനെ കുറച്ച് വർക്ക് എക്സ്ട്രാ ചെയ്ത് ഒരു കൂടിയ എൻതാൽപ്പി ആയിട്ട് മാറ്റുന്നതാണ് കംപ്രസർ. അതേപോലെ
ഒരു ഇൻപുട്ട് എൻതാൽപ്പിനെ ഒരു ഔട്ട്പുട്ട് എൻതാൽപ്പി ആയിട്ട് മാറും. ആ സമയത്ത് കുറച്ച് വർക്ക് തിരിച്ചിങ്ങോട്ട് കിട്ടുന്നെങ്കിൽ അതിന്റെ പേര് ടർബൈൻ. അത്രേ ഉള്ളൂ. കംപ്രസർ ഉണ്ടെങ്കിൽ വർക്ക് അങ്ങോട്ട് കൊടുത്ത് എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ ഉള്ള എൻതാൽപ്പി കുറച്ചുകൊണ്ട് കുറച്ച് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യും. ആര്? നമ്മുടെ ടർബൈൻ. ഇത് രണ്ടുമാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടിന് ഇക്വേഷൻ സെയിമാണ്. ഇക്വേഷൻ രണ്ടും സെയിമാണ്. അവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഇക്വേഷൻ രണ്ടും സെയിം ആണ്. പക്ഷെ എങ്ങനെ ഈ രണ്ട് വേരിയേഷൻ വരുന്നു? ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. വർക്ക് എന്ന് പറയുന്ന സാധനം എപ്പോഴും നമ്മൾ ഔട്ട്പുട്ടിന്റെ കൂടെ നമ്മൾ എടുക്കത്തുള്ളൂ. പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്. സിസ്റ്റം തരുന്ന വർക്കാണെങ്കിൽ പോസിറ്റീവ്, നമ്മൾ കൊടുക്കുന്ന വർക്കാണെങ്കിൽ നെഗറ്റീവ്. അതാണ് കൺസെപ്റ്റ്. ഓക്കെ, ബേസിക് ഇതാണ് അതിന്റെ ഒരു ഫൗണ്ടേഷൻ. നമുക്ക് ഇനി ഇക്വേഷൻ വഴി പോകുമ്പോഴത്തേക്ക് കുറച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. നോക്കിക്കോളൂ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അസംഷൻ എന്തൊക്കെയാ? ഹീറ്റ് ഇല്ല, ഇൻസുലേറ്റഡ് വാൾ ആണ് ഫസ്റ്റ് വൺ. വെലോസിറ്റീസ് സ്മോൾ ആൻഡ് നെഗ്ലിജിബിൾ ആണ്, പൊട്ടൻഷ്യൽ എനർജി സ്മോൾ ആൻഡ് നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ ഇവിടെ എൻതാൽപ്പിയും വർക്കും മാത്രമേ ഉള്ളൂ. ഹീറ്റ് ഇല്ല, കൈനറ്റിക് എനർജി ഇല്ല, പൊട്ടൻഷ്യൽ എനർജി ഇല്ല, ഒന്നുമില്ല. സോ ദ ബേസിക് ഇക്വേഷൻ, ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? വെലോസിറ്റി പോയി, ഇത് പോയി, ഹീറ്റ് പോയി, ഇത് പോയി, ഇത് പോയി, അവസാനം H1 H2 + W. ഇത് തന്നെയാണ് എന്തിന്റെയും ഇക്വേഷൻ? H1 H2 + W തന്നെയാണ് ടർബൈൻ്റെ ഇക്വേഷൻ. അപ്പൊ അതിന് വർക്ക് എടുത്തു കഴിഞ്ഞാൽ H1 - H2 ആയിരിക്കും. ഓക്കെ, അപ്പൊ MCP T1 - T2 ആയിരിക്കും. ഇവിടെയും MCP T1 - T2 എന്നായിരിക്കും. ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ കേസിൽ ടെമ്പറേച്ചർ 2 will be higher than temperature 1 ബിക്കോസ് നമ്മൾ വർക്ക് അങ്ങോട്ട് കൊടുക്കുക. അതുകൊണ്ട് എന്ത് സംഭവിക്കും? വർക്കിന്റെ വാല്യൂ നെഗറ്റീവ് കിട്ടും കംപ്രസറിന്. ടർബൈന് വർക്കിന്റെ വാല്യൂ പോസിറ്റീവ് കിട്ടും. റീസൺ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. രണ്ടിന്റെ ഇക്വേഷൻ സെയിം ആണെങ്കിലും ഈ വർക്കിന്റെ സൈന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കംപ്രസറിന് ഒരു എൻതാൽപ്പി ഉണ്ട്, ആ എൻതാൽപ്പിക്കകത്ത് കുറച്ചുകൂടെ വർക്ക് ആഡ് ചെയ്ത് വലിയൊരു എൻതാൽപ്പി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ടർബൈൻ ആണെങ്കിലും വലിയൊരു എൻതാൽപ്പി ഉണ്ട്, കുറച്ച് വർക്ക് ഇങ്ങോട്ട് തരും, അങ്ങനെ ചെറിയ എൻതാൽപ്പിയുടെ കൺവേർട്ട് ആവും. ഇത് രണ്ടുമാണ് ഇതിന്റെ സാധനം. ഇതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ MCP ΔT തന്നെയാണ്. മാഗ്നിറ്റ്യൂഡ് വൈസ് ആണെങ്കിൽ എപ്പോഴും MCP ΔT തന്നെയാണ്. പോസിറ്റീവ് വർക്കും നെഗറ്റീവ് വർക്കും ഡിപ്പെൻഡ്സ് ഓൺ കംപ്രസർ ആണോ ടർബൈൻ ആണോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. MCP ΔT തന്നെയാണ്. H1 - H2 MCP ΔT ആണ് നമ്മൾ ഇപ്പം അങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ H1 - H2 ആണ് വർക്ക്. അത്രയേ ഉള്ളൂ ഇവിടുത്തെ കാര്യം. മറ്റടുത്ത കേസ് ആണെങ്കിലോ H1 - അല്ലെങ്കിൽ ആ ഒരു എൻതാൽപ്പി ചേഞ്ച് കൈനറ്റിക് എനർജി ആയിട്ട് മാറും. ഇവിടെ എൻതാൽപ്പി ചേഞ്ച് വർക്കിന് തുല്യമാണ്, പക്ഷെ വർക്ക് ഇൻപുട്ട് ആവുന്നത് കംപ്രസറിന്റെ കേസ്, വർക്ക് ഔട്ട്പുട്ട് ആവുന്ന കേസ് ടർബൈൻ്റെ കേസ്. കഴിഞ്ഞു. ബോയിലർ ആണെങ്കിലോ ബോയിലറിൽ വർക്കില്ല മക്കളെ, വർക്കില്ല. കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ഇവിടെ ഇല്ല, പകരം ഹീറ്റ് ഉണ്ട്. അതായത് ഒരു ഫസ്റ്റ് ഒരു എൻതാൽപ്പി ഉണ്ടല്ലോ, കയറുന്ന എൻതാൽപ്പി ഉണ്ടല്ലോ, ആ എൻതാൽപ്പിയുടെ കൂടെ ആ സിസ്റ്റത്തിനകത്ത് കുറച്ച് ഹീറ്റ് അപ്ലൈ ചെയ്ത് സംഭവിക്കും. ഓഫ്കോഴ്സ് ഇന്റേണൽ എനർജി റൈസ് അപ്പ് ആവും. ഇന്റേണൽ എനർജി റൈസ് അപ്പ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ എൻതാൽപ്പി റൈസ് അപ്പ് ആവും. ഓക്കെ, അപ്പോൾ എൻതാൽപ്പി റൈസ് അപ്പ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? H2 എന്നൊരു വാല്യൂ ആയിട്ട് മാറും. H1 + Q = H2. അപ്പോൾ H2 is greater than H1. അതാണ് നമ്മുടെ ബോയിലറിന്റെ കൺസെപ്റ്റ്. അപ്പൊ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എൻതാൽപ്പി ചേഞ്ച്. അപ്പൊ 3-4 കേസാണ് ഉള്ളത്. 2 കേസ് എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ചേഞ്ച് വർക്ക് ആവുന്ന കേസ്, ടർബൈനും കംപ്രസറും. ആദ്യത്തെ കേസ് നോസിന്റെ കേസ് എൻതാൽപ്പി ചേഞ്ച് കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അവസാനത്തെ കേസ് എൻതാൽപ്പി ചേഞ്ച് ഹീറ്റ് സപ്ലൈഡ് ആവും. ഹീറ്റ് സപ്ലൈഡ് ആണ്. ബോയിൽ ചെയ്യുന്ന സാധനം ഹീറ്റ് തിരിച്ചിരുന്നതല്ല, ഹീറ്റ് കൊടുക്കുവാണ് ബോയിലറിൽ സംഭവിക്കുന്നത്. അങ്ങനെ ഈ 4 ഇമ്പോർട്ടൻറ്റ് കേസുകൾ നമ്മൾ ബേസിക് രീതിയിൽ പഠിച്ച്, ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ നമുക്ക് ആപ്ലിക്കേഷനിൽ പഠിക്കും, അപ്ലൈഡ് തെർമോഡൈനാമിക്സ് പഠിക്കും, കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ ഡയഗ്രാംസ് ഒക്കെ വരച്ച് പഠിക്കാനുണ്ട്. ഇവിടെ ബേസിക് ആയിട്ടുള്ള ഈ സ്റ്റഡി സ്റ്റേറ്റ് കേസിൽ നമുക്ക് ജസ്റ്റ് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുന്ന ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഈ പ്രോബ്ലംസ്, ഈ ക്വസ്റ്റ്യൻസ്, ഈ ഐഡിയാസ്, ഈ ഇക്വേഷൻസ്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ സാധനം. ഇനി വേറൊരു പ്രോസസ്സ് ഉണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മൾ ഈ പറഞ്ഞ എന്താ ഐസോകോറിക്, അഡിയാബാറ്റിക്, ഐസോതെർമൽ എല്ലാ പ്രോസസ്സുകളും മറ്റേ പ്രോസസ്സിനകത്ത് പോലെ തന്നെ പ്രോസസ്സ് പോലെ തന്നെ ഓപ്പൺ സിസ്റ്റത്തിലും ഇതെല്ലാം റിവേഴ്സിബിൾ പ്രോസസ്സുകളാണ്. ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിനെ പറ്റി നമുക്ക് പഠിക്കാം. ആ റിവേഴ്സിബിൾ പ്രോസസ്സിന് പറഞ്ഞ പേരാണ് ത്രോട്ടലിംഗ് പ്രോസസ്. ത്രോട്ടലിംഗ് പ്രോസസ് ഇസ് ഹൈലി ഇറിവേഴ്സിബിൾ പ്രോസസ്. എക്സാമ്പിൾസ് ഇതായിരിക്കും ക്വസ്റ്റ്യൻ തരുന്നത്. അവ നമുക്ക് തെറ്റപ്പെടുന്നത് പാർഷ്യലി ഓപ്പൺഡ് വാൽവിൽ കൂടെ പോകുന്നു, വെഞ്ചുറി മീറ്റർ റിഫേസ് മീറ്ററിലൂടെ പോകുന്നു, പോറസ് മെംബ്രെയിനിലൂടെ പോകുന്നു, കാപ്പിലാരിറ്റി ട്യൂബിലൂടെ പോകുന്നു. ഈ വേർഡിങ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു ഐസെൻതാൽപിക് പ്രോസസ്. എൻതാൽപ്പി മാറുന്നില്ല. അതായത് ഇൻപുട്ടിലുള്ള U1 + P1 V1 = U2 + P2 V2 എന്ന് പറയുന്ന ഇക്വേഷനിലോട്ട് നമുക്ക് എത്താൻ പറ്റും. V1 റേറ്റ് ആണ്, ഈ എനർജി റേറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇക്വേഷനിലോട്ട് നമുക്ക് എത്താൻ പറ്റും. അതാണ്
throttling process is a highly irreversible process and partially opened valve, venturi meter, replace meter, porous membrane and capillary tube ഒക്കെയാണ് അതിനകത്തുള്ള ഫ്ലോസ് എല്ലാം നമുക്ക് ത്രോട്ട്ലിംഗ് പ്രോസസ്സിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ക്വസ്റ്റ്യൻ വേർഡിംഗ് ഇക്വൻസ് സാധനങ്ങൾ വരാൻ വേണ്ടി സാധ്യതയാണ്. അവിടെ നമ്മൾ രണ്ട് എൻട്രി പോയിന്റിൽ എക്സിറ്റ് പോയിന്റിൽ എൻതാൽപ്പീസ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇക്വേറ്റ് ചെയ്താൽ മതി, എൻതാൽപ്പി മാറില്ല, അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ ഫൈൻ. നൗ അപ്പോൾ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോ കഴിഞ്ഞു. ഇനി നമുക്ക് അൺസ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോ എനർജി ഇക്വേഷൻ ഒന്ന് നോക്കാം. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോയിലെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം എന്തുവാ, ഇൻപുട്ടിലുള്ള മാസ് ഫ്ലോ റേറ്റ് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ടിലുള്ള മാസ് ഫ്ലോ റേറ്റ്. ഇൻപുട്ടിലുള്ള എനർജി ഫ്ലോ റേറ്റ് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ടിലുള്ള എനർജി ഫ്ലോ റേറ്റ്. ഓക്കെ, ഈ കേസുകളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റഡീസിലുള്ള പ്രത്യേകത എന്താണ്, കൺട്രോൾ വോളിയത്തിൽ മാസോ എനർജിയോ അക്യുമുലേറ്റ് ചെയ്യില്ല. ഇൻ എന്തൊക്കെയാണ്, എത്ര ഇൻ ഉണ്ടോ ഒരു സെക്കൻഡിൽ അത്ര ഔട്ടും ആവും ഇൻ സെക്കൻഡ്. എനർജി ആണെങ്കിലും ശരി, മാസ് ആണെങ്കിലും ശരി. എന്നാൽ നമ്മുടെ അൺസ്റ്റഡി ഫ്ലോയിൽ അങ്ങനെയല്ല. കൺട്രോൾ വോളിയത്തിൽ അക്യുമുലേറ്റ് ചെയ്യും മക്കളെ. കൺട്രോൾ വോളിയത്തിൽ മാസ് ആയാലും എനർജി ആയാലും അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, കൺസർവേഷൻ ഓഫ് മാസും കൺസർവേഷൻ എനർജി ഇവിടെ ഉണ്ട്, ഇക്വേഷൻ പക്ഷേ വേരിയേഷൻ ഉണ്ട്. എം ഐ മൈനസ് എം ഇ അല്ലെങ്കിൽ ഇൻപുട്ട് എന്താണോ, ഇൻപുട്ടിൽ കയറുന്ന മാസേ മൈനസ് എക്സിറ്റ് ആവുന്ന മാസേ is equal to change of mass with respect to time for control volume. കൺട്രോൾ വോളിയത്തിന്റെ ചേഞ്ച് ഓഫ് മാസിന് ഇക്വലന്റ് ആയിരിക്കും ഇൻപുട്ട് മൈനസ് ഔട്ട്പുട്ട് ഓഫ് മാസ് റേറ്റ്, മാസ് ഫ്ലോ റേറ്റ്. ഓക്കെ, ഈ വാല്യൂ ആണ് dm by dt cv എന്ന് പറയുന്ന വാല്യൂ ആണ് അക്യുമുലേഷൻ. ഈ അക്യുമുലേഷൻ പെർ ടൈം 0 ആണെന്ന് വെക്കും, ഇത് 0 ആണെന്ന് വെക്കും, ഇത് 0 ആണെന്ന് വെക്കും. അപ്പം എം ഐ ഇക്വൽ ടു എം ഇ വീണ്ടും ആവും, നമ്മുടെ പഴയ ഇക്വേഷൻ ആയിട്ട് മാറും. അപ്പം നമ്മൾക്ക് അൺസ്റ്റഡി ഇക്വേഷൻ, സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് മാസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഇൻ ദ കൺട്രോൾ വോളിയം ഈസ് ഈക്വൽ ടു മാസ് ഇൻ മൈനസ് മാസ് ഔട്ട്, മാസ് ഇൻ മൈനസ് മാസ് എക്സിറ്റ്. അതാണ് നമ്മുടെ ഇക്വേഷൻ. മാസിന്റെ കിട്ടിയ കൺവേർഷൻ ഇക്വേഷൻ, സോറി കൺസർവേഷൻ ഇക്വേഷൻ, കൺവേർഷനിലെ കൺസർവേഷൻ. അതേപോലെ എനർജി കൺസർവ്ഡ് ആണ്. ഈ ഇൻപുട്ട് എനർജി റേറ്റ് മൈനസ് എക്സിറ്റ് എനർജി റേറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഓഫ് എനർജി വിത്ത് റെസ്പെക്ട് ടു ടൈം ഇൻ ദ കൺട്രോൾ വോളിയം. ഈ ഇൻപുട്ട് എനർജി എക്സിറ്റ് എനർജി നമുക്ക് ഓൾറെഡി അറിയാം, എം ഐ എച്ച് ഐ, എം ഐ ഡോട്ട് എച്ച് ഐ പ്ലസ് ഹാഫ് എം ഐ വി ഐ സ്ക്വയർ, അത് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ഹീറ്റ്, ഇവിടെ വർക്ക്, ഇവിടെയും നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഈ ഐയും ഈ എക്സിറ്റും ആണ്. ഹീറ്റ്, കൊടുക്കുന്ന ഹീറ്റ് പോസിറ്റീവ്, കിട്ടുന്ന ഹീറ്റ് നെഗറ്റീവ്, കൊടുക്കുന്ന വർക്ക് നെഗറ്റീവ്, കിട്ടുന്ന വർക്ക് പോസിറ്റീവ്. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ചേഞ്ച് ഓഫ് എനർജി വിത്ത് റെസ്പെക്ട് ടൈമിന്റെ കൺട്രോൾ വോളിയം ആയിരിക്കും. ഓക്കെ, അങ്ങനെ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി അടുത്ത സെറ്റ് ഇക്വേഷൻ, അടുത്ത ഒത്തിരി ഇമ്പോർട്ടൻറ്റ് സംഭവം തോന്നാം. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും നെഗ്ലിജിബിൾ ആണെങ്കിൽ നമ്മൾ മോസ്റ്റ് ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് കേസിലും കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും നെഗ്ലിജിബിൾ ആണ് എടുത്തത്. അതുപോലെ ഇവിടെയും കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും നെഗ്ലിജിബിൾ ആണ് എടുക്കുവാണെങ്കിൽ ടോട്ടൽ എനർജി ചേഞ്ച് ഇൻ ദ കൺട്രോൾ വോളിയം മാറിയിട്ട് ടോട്ടൽ ഇന്റേണൽ എനർജി ചേഞ്ച് വിത്ത് റെസ്പെക്ട് കൺട്രോൾ വോളിയം വരും. കാരണം ഈ എൻതാൽപ്പി, ഹീറ്റ്, വർക്ക് എല്ലാം നമുക്ക് ഇന്റേണൽ എനർജിക്ക് മാത്രമേ കോൺട്രിബ്യൂട്ട് ആവുള്ളൂ, ബാക്കിയുള്ള എനർജീസിന് കോൺട്രിബ്യൂട്ട് ആവില്ല. ബാക്കിയുള്ള എനർജീസ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെറും എനർജി എന്ന് പറയാൻ പറ്റും. ഇവിടെ du by dt കൺട്രോൾ വോളിയം, du by dt. കാരണം എന്താ, എൻതാൽപ്പിയും ഹീറ്റും വർക്കും മാത്രമേ ഉള്ളൂ. അപ്പോൾ du by dt ഓഫ് കൺട്രോൾ വോളിയം, അതായത് ഇന്റേണൽ എനർജി ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം ഇൻ ദ കൺട്രോൾ വോളിയം ഈസ് ഈക്വൽ ടു ഇൻപുട്ട് സൈഡിലെ എം ഐ ഡോട്ട് എച്ച് ഐ ഓക്കെ പ്ലസ് ക്യൂ ഡോട്ട് മൈനസ് ഓഫ് എം ഇ എച്ച് ഇ പ്ലസ് വർക്ക് കൺട്രോൾ വോളിയം. അതായത് ഇൻപുട്ട് എൻതാൽപ്പി പ്ലസ് ഹീറ്റ് മൈനസ് ഓഫ് എക്സിറ്റ് എൻതാൽപ്പി പ്ലസ് വർക്ക്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇന്റേണൽ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു കൺട്രോൾ വോളിയം ആണ് ഇത് എന്നുള്ള രീതിയിൽ നമുക്ക് ഫോർമുല കിട്ടും. ഇതൊരു ബേസിക് ഫോർമുലയാണ്. നമുക്ക് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു ടൈപ്പ് ഓഫ് ഫോർമുലയാണ് ഈ ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും തരുന്നത്. നമുക്ക് അതിനകത്ത് എം ഐ എച്ച് ഐ പ്ലസ് ക്യൂ ഡോട്ട് മൈനസ് ഓഫ് എം ഇ എച്ച് ഇ പ്ലസ് ഡബ്ല്യു സി വി ഈസ് ഈക്വൽ ടു ഡി യു ബൈ ഡി ടി ഓഫ് കൺട്രോൾ വോളിയം എന്ന് നമുക്ക് സിമ്പിളായി എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അൺസ്റ്റഡി ഫ്ലോ ഇക്വേഷന്റെ ഒരു ബേസിക് സംഗതി. നമുക്ക് ഈ അൺസ്റ്റഡി ഫ്ലോ ഇക്വേഷന്റെ ഒരു ആപ്ലിക്കേഷൻ, അതായത് നമ്മൾ എക്സാംസിന് ചോദിക്കുന്നതും നമ്മൾ ബുക്സിലൊക്കെ ഉള്ളതും ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഇത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് കിട്ടുന്ന റിസൾട്ട് എടുത്ത് നമുക്ക് എല്ലാ ക്വസ്റ്റിനും അപ്ലൈ ചെയ്യാൻ നിങ്ങൾ വിചാരിക്കരുത്, പറ്റില്ല.
ഈ ഇക്വേഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ. ഈ ഇക്വേഷൻ ആണ് എല്ലാ ക്വസ്റ്റിനും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ. ഇഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ആർ നോട്ട് എന്ത് കൺസിഡർഡ്. ഓക്കെ, ഇത് എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ അല്ല, ഈ കേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ആണ്. പക്ഷേ ഇതൊരു നല്ല ഇമ്പോർട്ടൻറ്റ് കേസാണ്, നല്ല രസകരമായ കേസാണ്, നല്ല ബ്യൂട്ടിയാണ് ഇത് പഠിക്കാനായിട്ട്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്ലോ ഓഫ് എയർ ഇൻ ഇവാക്യുവേറ്റഡ് ഇൻസുലേറ്റഡ് ടാങ്ക്. ഓക്കെ, ഫ്ലോ ഓഫ് എയർ ആണ്, ഇവാക്യുവേറ്റഡ് ഇൻസുലേറ്റഡ് ടാങ്ക് ആണ്. ഇവാക്യുവേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഇനിഷ്യലി ഇതിനകത്ത് എയർ ഇല്ല, അതായത് ഇതിനകത്ത് ഇനിഷ്യലി ഇതിനകത്ത് മാസോ ഒന്നുമില്ല, വാക്യൂമാണ്, ഇവാക്യുവേഷൻ ആണ്. അതിനകത്തേക്കാണ് സം സോർട്ട് ഓഫ് തിങ് ആഡ് ചെയ്യുന്നത് പിന്നീട്. ഇൻസുലേറ്റഡ് ടാങ്ക് ആണ്. ഇൻസുലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് എൻട്രി എക്സിറ്റ് ഇല്ല. ഓക്കെ ഓക്കെ, അപ്പോ അതാണ് നമ്മുടെ ഇൻസുലേറ്റഡ് ടാങ്കിന്റെ കേസ്. ഇവാക്യുവേറ്റഡ് ഇൻസുലേറ്റഡ് ടാങ്കിന്റെ കേസ് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇതാണ് സംഭവം. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഇരിക്കുന്നത്. ഇതൊരു പൈപ്പാണ്. എന്താ, ഇതൊരു ഒരു പൈപ്പാണ്. ഈ പൈപ്പിന്റെ ഇങ്ങോട്ട് ഒരു വാൽവിലേക്ക് പൈപ്പ് തുറക്കുന്നുണ്ട്. ഈ വാൽവിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ വാൽവ് ഇങ്ങോട്ടുള്ള ഫ്ലോ മാത്രമേ അലോ ചെയ്യത്തുള്ളൂ, തിരിച്ച് പോകാൻ സമ്മതിക്കത്തില്ല. അങ്ങനത്തെ വാൽവാണ് ഈ ഒരു വാൽവ്. അതായത് എയർ ഫ്ലോ അകത്തേക്ക് നടക്കും, അതായത് ഇത് ടാങ്ക് ആണെങ്കിൽ ടാങ്കിലേക്ക് എയർ ഫ്ലോ നടക്കും, പുറത്തേക്ക് എയർ ഫ്ലോ നടക്കത്തില്ല. അങ്ങനെയുള്ള ഒരു വാൽവാണ് ഇങ്ങനൊരു വാൽവ്. നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ വാൽവുകൾ ഉണ്ട്, വിപണിയിലുള്ള വാൽവുകളാണ്. നമുക്ക് അങ്ങനത്തെ സംഭവങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഈ വാൽവ്. ഇനി ഈ പറഞ്ഞ ടാങ്കിനകത്തുള്ള ആ ഒരു വോളിയമാണ് കൺട്രോൾ വോളിയം. ആ കൺട്രോൾ വോളിയത്തിനകത്താണ് നമ്മുടെ അനാലിസിസ് എല്ലാം നടക്കാൻ പോകുന്നത്. വാൽവിന് ശേഷമുള്ള ബാക്കി ടാങ്കിന്റെ ബൗണ്ടറി മൊത്തം നമ്മുടെ കൺട്രോൾ വോളിയം. ഈ ഒരു സപ്ലൈ ലൈനിൽ കൂടെ എയർ പോകാൻ നിൽക്കുക. ആ എയറിന് ഒരു എൻതാൽപ്പി HI ഉണ്ട്, ടെമ്പറേച്ചർ TI ഉണ്ട്, പ്രഷർ PI ഉണ്ട്. ഓക്കെ, ദെൻ ഇന്റേണൽ എനർജി UI ഉണ്ട്. കൈനറ്റിക് എനർജി ഈസ് അപ്രോക്സിമേറ്റ്ലി 0. അതുകൊണ്ട് വെലോസിറ്റി അപ്രോക്സിമേറ്റ്ലി നെഗ്ലിജിബിൾ ആണ്. അപ്പം വെലോസിറ്റി നെഗ്ലിജിബിൾ ആണെന്ന് പറയാം. അതേപോലെ പൊട്ടൻഷ്യൽ എനർജിയും നെഗ്ലിജിബിൾ ആണ്. ഇതാണ് കണ്ടീഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ കേസ്. അതായത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന എയർ, അപ്പം ഈ പോയിന്റിൽ എയർ എടുത്താലും, ഈ പോയിന്റ് എയർ എടുത്താലും, ഈ പോയിന്റ് എയർ എടുത്താലും, ഈ പോയിന്റ് എടുത്താലും എല്ലാം ഇനി 4 പ്രോപ്പർട്ടീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നമുക്ക് തെറ്റിദ്ധാരണ വരാം, ഈ ഇൻലെറ്റ് ഇതാണ്, ഇത് എക്സിറ്റ് ആണ്. അല്ല, കാരണം ഇതൊരു സിസ്റ്റം പോലും അല്ല. ഇത് ഫുള്ള് ഇങ്ങനെ ഒരു എയർ പൊക്കോണ്ടിരിക്കുക. ഇതേ എയർ തന്നെയാണ് ഇവിടെ കൂടെ പോകുന്നത്. HI TI PI UI ഒരു മാറ്റവും വരത്തില്ല. ഓക്കെ, പക്ഷെ എന്താ, ഇതിനകത്ത് കുറച്ച് എയറിന് എന്ത് പറ്റും? വാൽവിൽ കൂടെ ഉള്ളിലേക്ക് കയറാൻ പറ്റും, പക്ഷെ തിരിച്ച് ഒന്നും ഇറങ്ങി വരാനും പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു കണ്ടീഷൻ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതിനുള്ളിലെ കണ്ടീഷൻ പക്ഷേ മാറും. അതാണ് നമ്മുടെ കേസ്, നമ്മുടെ സംഭവം, നമ്മുടെ കൺസെപ്റ്റ്. നമുക്കിനി എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നത് നോക്കാം. 2 ഇക്വേഷൻസേ ഉള്ളൂ മക്കളെ, ബേസിക് 2 ഇക്വേഷൻസേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. എനർജി ഇക്വേഷനും അതുപോലെ തന്നെ മാസിന്റെ ഇക്വേഷനും. എനർജി തന്നെ ഇവിടെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ഇല്ല. സോ ഇന്റേണൽ എനർജി ചേഞ്ച് ഇൻ ദ കൺട്രോൾ വോളിയം മാത്രമേ നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. സോ ബേസിക്കലി ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ അങ്ങോട്ട് എഴുതുന്നു. du/dt ഓഫ് കൺട്രോൾ വോളിയം, അതായത് ഇന്റേണൽ എനർജി ചേഞ്ച് ഇൻ ദ കൺട്രോൾ വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് ഈക്വൽ ടു MIHI. MIH എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉള്ളിലേക്ക് കയറുന്ന എയർ ആണ്, എൻട്രി പോയിന്റ് എയർ ആണ് MIHI, പ്ലസ് Q ഡോട്ട്. പക്ഷെ ഓൾറെഡി പറയുന്നുണ്ട് ഇൻസുലേറ്റഡ് ടാങ്ക് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് Q ഡോട്ട് ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. വേണമെങ്കിൽ ഹീറ്റ് നമുക്ക് അവസാനം നമുക്ക് Q ഡോട്ട് 0 ആക്കിയാൽ പോരെ. സോ MIHI പ്ലസ് Q ഡോട്ട് മൈനസ് ഓഫ് എക്സിറ്റ് ഉണ്ടോ? എക്സിറ്റ് ഇല്ല. ബട്ട് സ്റ്റിൽ MEHE പ്ലസ് വർക്കിന്റെ റേറ്റ്. പക്ഷെ MEHE ഇല്ല, അത് നമ്മൾ ഇപ്പോഴേ 0 എന്ന് വിളിക്കാം. അപ്പം MIHI പ്ലസ് Q ഡോട്ട് മൈനസ് MEHE പ്ലസ് W. ഇവിടെ നമുക്ക് ഇവിടെ വെച്ച് തന്നെ വേണമെങ്കിൽ ഹീറ്റിന് 0 ആക്കാം, പക്ഷെ നമ്മൾ ആക്കുന്നില്ല. പകരം നമ്മൾ എക്സിറ്റ് പോയിന്റിൽ മാസ് ഇല്ല, കാരണം ഇത് ഫുൾ ക്ലോസ്ഡ് ആണുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് തന്നെ അത് നമ്മൾ 0 ആക്കുക. ഇത് നമ്മൾ 0 ആക്കുന്നില്ല, വേണമെങ്കിൽ നമുക്ക് ഇപ്പോഴേ 0 ആക്കാം, ഒരു വിഷയമുള്ള കാര്യമില്ല. ഈ സാധനം വർക്ക് ഒന്നും ചെയ്യുന്നില്ല, നമുക്ക് വേണമെങ്കിൽ വർക്കും 0 ആക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇന്റേണൽ എനർജി ചേഞ്ച് ഇൻ ദ കൺട്രോൾ വോളിയം MIHI മാത്രം കൊണ്ടാണ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ അതിപ്പോൾ തൽക്കാലത്തേക്ക് വിട്ടേക്ക്. ഇപ്പൊ തൽക്കാലം എനർജി ചേഞ്ച് ഇൻ കൺട്രോൾ വോളിയത്തിന്റെ റീസൺ എന്തൊക്കെയാ? MIHI പ്ലസ് Q ഡോട്ട് മൈനസ് W. ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 2 നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? മാസ് കൺസർവേഷൻ.
കൺട്രോൾ വോളിയത്തിനകത്തെ മാസിന്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ മാസ് എൻട്രി മൈനസ് മാസ് എക്സിറ്റിന്റെ ഈക്വലന്റ് ആയിരിക്കും. അതായത് മാസ് റേറ്റ് എൻട്രി മൈനസ് മാസ് റേറ്റ് എക്സിറ്റ്. ഇവിടെയും മാസ് റേറ്റ് എക്സിസ്റ്റ് ഇല്ല, അകത്തോട്ട് മാത്രമേ വരാൻ പറ്റുള്ളൂ. സോ ഈ പറയുന്ന സാധനം എക്സിറ്റ് വാല്യൂ 0 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? കൺട്രോൾ വോളിയത്തിനകത്തുള്ള മാസിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എൻട്രി ആവുന്ന മാസ് തന്നെയാണ്. സത്യമല്ലേ? എൻട്രി ആവുന്ന മാസിന്റെ റേറ്റ് തന്നെയല്ലേ കൺട്രോൾ വോളിയത്തിലെ മാസിന്റെ റേറ്റ്. ബിക്കോസ് ഒന്നും പുറത്തു പോകുന്നില്ല, കയറുന്ന മൊത്തം അകത്ത് കയറുക. അപ്പം ആ കയറുന്ന റേറ്റ് തന്നെയാണ് അകത്ത് ബിൽഡപ്പ് ചെയ്യുന്ന മാസിന്റെ റേറ്റ്. അത് തന്നെയാണ് എഞ്ചിനീയറിംഗ് വെച്ച് നോക്കുമ്പോഴും കറക്റ്റ് ആണ്, മാത്തമാറ്റിക്കലി നമുക്ക് കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ME 0 ആക്കി എടുക്കാം. ഇക്വേഷൻ നമ്പർ 1 ഉം നമ്പർ 2 ഉം കിട്ടി. അപ്പൊ ഇവിടെ MIക്ക് പകരം നമുക്ക് dm/dt ഓഫ് കൺട്രോൾ വോളിയം നമുക്ക് ഈസി ആയിട്ട് എഴുതാം. അപ്പൊ നമ്മൾ ആ 2നെ നമ്മൾ 1ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. MIക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, വേറെ കാര്യമൊന്നുമില്ല. സോ ഇന്റേണൽ എനർജിയുടെ ചേഞ്ച് okay, internal energy change with respect to time in the control volume is equal to mass change with respect to time in the control volume into HI, internal enter ചെയ്യുന്ന enthalpy plus എന്താ, change in heat with respect to time minus change in work with respect to time. Okay, ഇത് എല്ലാം ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. ഇതെല്ലാം with respect to a small time dt ആണ്. ഈ സ്മോൾ ടൈം ഡിറ്റികളെയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയാണ്. ഈക്വേഷനകത്ത് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും, സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ എല്ലാ ടേംസിനെയും ഇന്റഗ്രേറ്റ് ചെയ്യണം. എവിടെ നിന്ന് എങ്ങോട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലേക്ക്. അതായത് ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കൺട്രോൾ വോളിയത്തിനകത്ത് ഒന്നും ഇല്ലാത്തൊരു സ്റ്റേറ്റ്, അതാണ് 1. അതിൽ നിന്ന് ഈ കൺട്രോൾ വോളിയത്തിനകത്ത് നല്ല കുറേ ഗ്യാസ് കയറിയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയ 2ലേക്ക് നാം ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അതായത് ഇതിനുള്ളിൽ ആദ്യം സ്റ്റേറ്റ് 1ൽ M1 മാത്രം എന്ന് വിചാരിക്കുന്നു. അത് 0 ആണ്, ബട്ട് സ്റ്റിൽ നമ്മൾ തൽക്കാലത്തേക്ക് M1 മാത്രം എന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറേ സമയം നമ്മൾ കഴിഞ്ഞപ്പോൾ സ്റ്റേറ്റ് 2ലോട്ട് മാറി. അപ്പോൾ ഇതിനകത്ത് M2 മാസ് ഉണ്ടായി നമ്മൾ പറയുന്നു. ഓക്കെ, ആദ്യം ഉണ്ടായിരുന്ന ഇന്റർണൽ എനർജി U1 ആണ് നമ്മൾ പറയുന്നത്. പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് സെക്കൻഡ് സ്റ്റേറ്റിലെ U2 എന്ന് പറയുന്ന ഇന്റർണൽ എനർജി ആയിട്ട് കൺവേർട്ട് ആയെന്ന് പറയാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. DU ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് സംഭവിക്കും? From 1 to 2 integrate ചെയ്ത U2 minus U1 in the control volume is equal to ഇവിടെ മാസ് M2 minus M1 in the control volume into HI plus Q എന്ന് പറഞ്ഞാൽ എന്താ? എത്ര ഹീറ്റ് സപ്ലൈ ആയി ഫ്രം 1 to 2 എത്തിക്കാൻ വേണ്ടി, അതായത് ഇനിഷ്യൽ കണ്ടീഷനിൽ നിന്ന് സെക്കൻഡ് കണ്ടീഷനിലേക്ക് എത്താൻ വേണ്ടി എത്രത്തോളം ഹീറ്റ് സപ്ലൈ ആയി, അതാണ് Q. അതുപോലെ W. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? M2 U2 ബിക്കോസ് U ക്യാപിറ്റൽ അല്ലേ, അപ്പോൾ നമുക്ക് സ്മോൾ m വെച്ചിട്ട് എഴുതാൻ പറ്റും, സ്പെസിഫിക് ആയിട്ട് എഴുതാൻ പറ്റും. M2 U2 minus M1 U1 is equal to M2 minus M1 into HI plus Q minus W. ഇതിനൊന്നും റേറ്റ് ഇല്ല, കാരണം എന്താ? ഈ റേറ്റ് മൊത്തം നമ്മളിവിടെ ഡിവൈഡ് ചെയ്ത് കളഞ്ഞ് പിന്നെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് റേറ്റിന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ ക്വാണ്ടിറ്റീസിനെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? M1 നമുക്ക് 0 കൊടുക്കാം. കാരണം എന്താ? ഇനിഷ്യലി മാസിനകത്തില്ല, ബിക്കോസ് ഇറ്റ് വാസ് വാക്വം. ഹീറ്റ് ഇല്ല, വർക്ക് ഇല്ല, ക്യൂബും വർക്കും നമ്മൾ 0 കൊടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് ഇക്വേഷൻ എന്തായിട്ട് മാറും? M2 U2 ഓഫ് ദ കൺട്രോൾ വോളിയം ഈസ് ഈക്വൽ ടു M2 HI, സോറി M2 HI ഓക്കെ, M2 into HI, M2 U2 ഓഫ് ദ കൺട്രോൾ വോളിയം. കാരണം U1 ഇല്ലല്ലോ, അതിനകത്ത് മാസ് ഇല്ലല്ലോ, അതുപോലെ M1 ഇല്ലല്ലോ. സോ M2 U2 ഓഫ് കൺട്രോൾ വോളിയം ഈസ് ഈക്വൽ ടു M2 HI. അപ്പോൾ M2 ക്യാൻസൽ ആയി കഴിഞ്ഞാലോ U2 ഈസ് ഈക്വൽ ടു HI. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ് അർത്ഥം? എത്രത്തോളം എൻതാൽപ്പി അകത്തോട്ട് വന്നോ ആ എൻതാൽപ്പി മുഴുവൻ എന്തായിട്ട് കൺവേർട്ട് ആയി? ഇന്റേണൽ എനർജി ആയിട്ട് കൺവേർട്ട് ആയി, U2 ആയിട്ട് കൺവേർട്ട് ആയി. U1 0 ആണ്, അതുകൊണ്ട് തന്നെ വന്ന HI മുഴുവൻ U2 ആയിട്ട് കൺവേർട്ട് ആയി. അതാണ് ഇതിന്റെ അർത്ഥം. തൊട്ട് മേളത്തെ ഇതിന്റെ അർത്ഥം നോക്കിയേ, M2 U2 ഈസ് ഈക്വൽ ടു M2 HI. അതായത് HI വന്ന് M2 ടൈംസ് HI, എത്ര മാസിനകത്തുണ്ടോ അത്രത്തോളം ഹീറ്റ് ഇൻപുട്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ, അല്ലെങ്കിൽ ആ എന്താൽപ്പി വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ അതിനകത്തുണ്ടായ M2 into U2 എന്നുള്ളൊരു വാല്യൂ ആയിട്ട് നമുക്ക് മാറും. സോ U2 becomes HI. അതാണ് ഇവിടെ സംഭവം. ഈ എന്താൽപ്പി ഇൻപുട്ട് തന്നെയാണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത് അവസാനം. എത്ര എന്താൽപ്പി ഇൻപുട്ട് ആയോ, അപ്പം 5 സെക്കൻഡ് ആണെങ്കിൽ HIയുടെ വാല്യൂ അത്രയും മാറും. കാരണം ഈ HI നമ്മൾ പറയുന്ന റേറ്റിലായിരിക്കും. തുടങ്ങുമ്പം ഇത്ര എന്താൽപ്പി പെർ സെക്കൻഡ് എന്ന് പറയാൻ പറ്റും. അതിപ്പോൾ 10 സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ അത്രയും എന്താൽപ്പി ബിക്കംസ് അത്രയും ഇന്റേണൽ എനർജി.
ഓക്കെ, അതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി U2നെ നമുക്ക് CV ഇൻറ്റു T2 എന്ന് വിളിക്കാം. HIനെ നമുക്ക് CP ഇൻറ്റു TI എന്ന് വിളിക്കും. അത് നമുക്ക് നേരത്തെ പറഞ്ഞാൽ ഇന്റേണൽ എനർജീനെ നമുക്ക് എന്താ, എനർജി ചേഞ്ചിനെ നമുക്ക് CV ഡെൽറ്റ ടി എന്ന് വിളിക്കാമെങ്കിൽ ഇന്റേണൽ എനർജീനെ നമുക്ക് CV T2 എന്ന് വിളിക്കാൻ പറ്റും. ഒന്നുകൂടെ ഞാൻ പറഞ്ഞ ആദ്യം വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം, ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം, നോക്കിക്കോളൂ. നമ്മൾ U2 എന്ന് പറയുന്നത് ഡെൽറ്റ U എന്ന് പറഞ്ഞാൽ എന്താ, U2 മൈനസ് U ഇസിക്കൽ ടു MCV T2 മൈനസ് T1 എന്ന് പറഞ്ഞാൽ എന്താ, MCV T1 T2 മൈനസ് MCV T1. അതായത് U2 എന്ന് പറഞ്ഞാൽ MCV T2 ആണ്, U1 എന്ന് പറഞ്ഞാൽ MCV T1 ആണ്. അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ U2 ഇസിക്കൽ ടു HI എന്നുള്ള സാധനത്തിന് നമ്മൾ എന്ത് പറയാൻ പറ്റും, CV ടൈംസ് ഓഫ് T2 ആണ് U2 ഇസിക്കൽ ടു CP ടൈംസ് ഓഫ് TI ആണ് HI എന്ന് പറയാൻ പറ്റും. ഓക്കെ, CP ബൈ CV ഗാമ ആയതുകൊണ്ട് തന്നെ T2 ഇസിക്കൽ ടു ഗാമ TI എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ഈ വന്ന ടെമ്പറേച്ചർ, ഇൻപുട്ടിലേക്ക് വന്ന ഈ പറയുന്ന ടെമ്പറേച്ചർ എന്താണോ അതിന്റെ ഗാമ ടൈംസ് ആണ് ഇതിനകത്തുണ്ടാവുന്ന ടെമ്പറേച്ചർ. അതാണ് നമുക്ക് മനസ്സിലായ കൺസെപ്റ്റ് കമ്മിങ് ഫ്രം ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. പക്ഷേ എപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഉടനെ കയറി T2 ഇക്വൽ ടു ഗാമ TI T1 അല്ലെ ഗാമ T ഇൻപുട്ട് എന്ന് നമ്മൾ എടുക്കാൻ പാടില്ല. ഇതിന് ഇത്രയും കേസുകളുണ്ട്. ഹീറ്റ്, വർക്ക് സീറോ ആവണം, ഓക്കെ, മാസ് എക്സിറ്റ് കാണാൻ പാടില്ല, ഇങ്ങനെയുള്ള എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന T2 ഇക്വൽ ടു ഗാമ TI പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഡൗട്ടൊന്നും കാണത്തില്ലെന്ന് എനിക്കറിയാം, ബട്ട് സ്റ്റിൽ നമുക്ക് ഒന്നുകൂടെ പെട്ടെന്ന് പറഞ്ഞു നോക്കാം, സ്പീഡിൽ ഒന്ന് പറഞ്ഞു നോക്കാം. ഇവിടെ നമുക്ക് എനർജി ചേഞ്ചിന്റെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. നമ്പർ 2 മാസ് എനർജിയുടെ ഇക്വേഷനകത്ത് ME 0 ആക്കി, ഇവിടെ ME 0 ആക്കിയപ്പോൾ വേറെ ഇക്വേഷൻ കിട്ടും. 2 1 സപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ T എല്ലാം കളഞ്ഞിട്ട് നമ്മൾ 1 to 2 1 ടൈം അറ്റ് 1 ടൈം പോയിന്റിൽ നിന്ന് 2 എന്ന് പറയുന്ന ഒരു വേറൊരു സമയത്തിലേക്ക്, വേറൊരു ഇതിലേക്ക്, സ്റ്റേറ്റിലേക്ക് സംഭവം മാറുവാണ്. അതായത് 1 എന്ന് പറയുന്ന കൺട്രോൾ വോളിയം കുറച്ച് സമയം കഴിഞ്ഞ് 2 എന്ന് പറയുന്ന ഒരു കൺട്രോൾ വോളിയമായിട്ട് മാറുമ്പോൾ, കൺട്രോൾ വോളിയം മാറുന്ന അതിനകത്തുള്ള കണ്ടൻസ് മാറുമ്പോൾ M2U2 minus M1U1 of control volume is equal to M2 minus M1 HI plus Q minus W ആവും. MI0, Q0, W0 condition of the problem. ഹീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ തന്നെ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഹീറ്റ് ഒക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് വേറെ ആൻസർ ആവും. ഇത് 3 0 ആണെങ്കിൽ M2U2 of the control volume is equal to M2 HI നമുക്ക് പറയാൻ പറ്റും. M2 M2 ക്യാൻസൽ ആയി പോകുന്നത് കൊണ്ട് തന്നെ U2 is equal to HI എന്ന് പറയാൻ പറ്റും. U2 എന്ന് പറഞ്ഞാൽ CVT2 ആണ്, HI എന്ന് പറഞ്ഞാൽ CPTI ആണ്. TI എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഓഫ് ഇൻപുട്ട്, T2 എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആഫ്റ്റർ ഈ കൺട്രോൾ വോളിയത്തിന്റെ ആ ലാസ്റ്റ് സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ. അപ്പോൾ T2 എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ടെമ്പറേച്ചർ ഇൻറ്റു ഗാമ. ഓക്കെ ആണോ? അതാണ് നമ്മുടെ സംഭവം. ഫൈൻ. അപ്പോൾ അതാണ് നമ്മുടെ ഫ്ലോ ഓഫ് എയർ ഇൻ ബാക്ക്വേർഡ് ടാങ്കിന്റെ കൺസെപ്റ്റ് അത്രയുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് കഴിയണം. അപ്പോൾ നമ്മൾ വിചാരിക്കുക നമ്മൾ പ്രോബ്ലംസ് ഒന്നും ചെയ്തില്ലല്ലോ സാറേ, നമ്മൾ പ്രോബ്ലം ഒന്നും ചെയ്തില്ലല്ലോ. നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ബേസിക് തെർമോഡൈനാമിക്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു സെഷൻ പ്രോബ്ലത്തിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പല കൺസെപ്റ്റിനെ ഒരുമിച്ച് പ്രോബ്ലത്തിൽ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയാണ് തെർമോഡൈനാമിക്സ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനുശേഷം നമുക്ക് കുറച്ച് പ്രോബ്ലംസ് പടപട ചെയ്യാം. ഓക്കെ, ആൻഡ് നൗ നമ്മൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഗീവ്സ് ഡയറക്ഷൻ ടു ദ ഹീറ്റ് ട്രാൻസ്ഫർ. അതിനൊരു ഡയറക്ഷൻ ലോ എന്നാണ് വിളിക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് ഹീറ്റ് ഒഴുകുന്നത് എന്നുള്ളൊരു ഡയറക്ഷൻ തരും. ഉദാഹരണത്തിന് ഒരു നാച്ചുറൽ സിനേറിയോ ആണെന്നുണ്ടെങ്കിൽ 100 ഡിഗ്രിയിൽ ഇരിക്കുന്ന ഒരു ബോഡി, 30 ഡിഗ്രി ഇരിക്കുന്ന ഒരു ബോഡി, ഇതിൽ നിന്ന് ഇതിലേക്ക് ഹീറ്റ് പോകും, ഹീറ്റ് ഒഴുകും. ഓക്കെ, ഈ ഹീറ്റ് ഒഴുകുന്നത് എങ്ങനെയാണ്? കുറേ നേരം ഹീറ്റ് ഒഴുകി കഴിയുമ്പോഴത്തേക്ക് ഈ രണ്ട് ബോഡിയും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലോട്ട് മാറും. അത് നമുക്ക് TF എന്ന് വിളിക്കാം. അപ്പം ഈ 100ൽ നിന്ന് 30ലേക്ക് ഒഴുകിയ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ മാസ് M1 ഉം ഇതിന്റെ സ്പെസിഫിക് കപ്പാസിറ്റി C1 ആണെങ്കിൽ M1 C1 T1 മൈനസ് TF, അതായത് T1 നിന്ന് TF വരെ ആവാൻ വേണ്ടി ഇതിൽ നിന്ന് പുറത്തു പോയ ഹീറ്റ് വിൽ ബി ഈക്വൽ ടു എന്ത്? M2 C2 TF മൈനസ് T2. ഓക്കെ, അപ്പം Q ഗിവൺ Q ടേക്കൺ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ലോയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഫസ്റ്റ് ലോ പറയും ഇത് എത്രത്തോളം ഹീറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്, ഹീറ്റ് ഇതിൽ നിന്ന് ഇതിലോട്ടാണോ ഇതിൽ നിന്ന് ഇതിലോട്ടാണോ എന്ന് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലോ വെച്ച് പറയാൻ വേണ്ടി പറ്റില്ല. ഈ ഒരു ഇക്വേഷൻ മാത്രം നോക്കിക്കഴിഞ്ഞാൽ
നമുക്ക് മനസ്സിലാവത്തില്ല എവിടെ നിന്ന് എങ്ങോട്ടാണ് ഹീറ്റ് പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് കീവേഡ്സ് പഠിക്കാം. ഒന്ന് സോഴ്സ്, ഒന്ന് സിങ്ക്. ഈ സോഴ്സിന്റെ സിങ്കിന്റെ പ്രത്യേകത എന്താ? വെരി വെരി ഹൈ ഹീറ്റ് വാല്യൂ ഓഫ് ഹീറ്റ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് സോഴ്സ്, സിങ്ക്. ഹീറ്റ് കപ്പാസിറ്റി എന്ന് ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞു. എന്തെന്ന് വെച്ചാൽ 1 ഡിഗ്രി ടെമ്പറേച്ചർ റൈസ് ആവാൻ വേണ്ടി കൊടുക്കേണ്ട ഹീറ്റ്, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പറയാം, 1 ഡിഗ്രി ടെമ്പറേച്ചർ റൈസ് കുറയുമ്പോൾ അത് ഇങ്ങോട്ട് തരുന്ന ഹീറ്റ്, അങ്ങനെ നമുക്ക് പറയാം. അങ്ങോട്ട് ഒരു ഹീറ്റ് കൊടുക്കുമ്പോൾ 1 ഡിഗ്രി ടെമ്പറേച്ചർ റൈസ് ആവാനുള്ളത്, അല്ലെങ്കിൽ 1 ഡിഗ്രി ടെമ്പറേച്ചർ കുറയുമ്പോൾ എത്ര ഹീറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇത് രണ്ടും നമുക്ക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. ഈ ഹീറ്റ് കപ്പാസിറ്റി വളരെ ലാർജ് ആണെങ്കിൽ എന്താണ്, ടെമ്പറേച്ചർ മാറാതെ തന്നെ ഇഷ്ടംപോലെ ഹീറ്റ് കൊടുക്കാനും ഇഷ്ടംപോലെ ഹീറ്റ് തരാനും ആ ഒരു ബോഡിക്ക് പറ്റും, ഈ ഹീറ്റ് കപ്പാസിറ്റി വളരെ വലുതാണെങ്കിൽ. സോഴ്സിന്റെ കേസ് ഹീറ്റ് കപ്പാസിറ്റി വളരെ വലുതാണ്, അതിൽ നിന്ന് എത്ര വേണമെങ്കിലും നമുക്ക് ഹീറ്റ് എടുക്കാം വിത്തൗട്ട് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓഫ് സോഴ്സ്. അതേപോലെ തന്നെ സിങ്കിൽ എത്ര ഹീറ്റ് വേണമെങ്കിൽ നമുക്ക് സപ്ലൈ ചെയ്യാം, പക്ഷെ അതിന്റെ ഹീറ്റ് ഒരിക്കലും അതിന്റെ ടെമ്പറേച്ചർ ഒരിക്കലും ഇൻക്രീസ് ആവില്ല. അത്രയും വലിയ ഹീറ്റ് കപ്പാസിറ്റി ഉള്ള രണ്ട് ഐഡിയൽ സിസ്റ്റംസിനെയാണ് സോഴ്സ്, സിങ്ക് എന്ന് വിളിക്കുന്നത്. ഇത് നമുക്ക് ഐഡിയൽ അല്ലെങ്കിലും നമുക്ക് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിന് വളരെ വലിയ വാല്യൂ ഉള്ള ഹീറ്റ് കപ്പാസിറ്റി ഉള്ള ബോഡീസിനെയൊക്കെ നമുക്ക് സോഴ്സ്, സിങ്ക് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നോ ടെമ്പറേച്ചർ ചേഞ്ച് ഡ്യൂറിങ് ഹീറ്റ് ട്രാൻസ്ഫർ, ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഒന്നുകിൽ എം വളരെ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ സി വളരെ കൂടുതലായിരിക്കും. സി, അതായത് ക്യാപിറ്റൽ സി ആണ് ഈ പറയുന്ന ഹൈ വാല്യൂ ഓഫ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നില്ല. ഈ സി എന്ന് പറഞ്ഞാൽ എന്താണ്? സി ഇസ് ഈക്വൽ ടു എം ഇൻറ്റു സ്മോൾ സി. ഇത് മാസ്, ഇത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഒന്നുകിൽ ഈ സി വളരെ വലുതായിരിക്കും ഒരു കേസ്, അത് ആക്ച്വലി നമുക്ക് നോർമൽ സറൗണ്ടിങ്സ് നമുക്ക് കാണാൻ പറ്റും, സബ് ബോഡീസിലൊന്നും അതങ്ങനെയല്ല. പക്ഷെ മാസ് വളരെ കൂടുതലാണെങ്കിൽ അതിന്റെ ക്യാപിറ്റൽ സി വളരെ കൂടുതൽ. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എയർ അറൗണ്ട് അറ്റ്മോസ്ഫിയറിൽ എയറിന്റെ മാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മാസാണ്, ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു സോഴ്സ് ആയോ ഒരു സിങ്ക് ആയിട്ട് നമുക്ക് അതിനെ നമുക്ക് കണക്കാക്കാൻ പറ്റും. ഒരു കടല്, ഒരു കുപ്പിയിൽ വെള്ളം നിറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മാസ് കുറവാണ്, അതുകൊണ്ട് അതിന്റെ മാസിനെ അതിന്റെ സ്പെസിഫിക് കപ്പാസിറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ക്യാപിറ്റൽ സി വാല്യൂ ചെറുതായിരിക്കും. പക്ഷെ ഒരു കടലാണെങ്കിൽ മാസ് എത്രയുണ്ട്, അപ്പോൾ ആ സിയുടെ വാല്യൂ ഭയങ്കര വലുതായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് സോഴ്സ് ആൻഡ് സിങ്ക്. ഒന്നുകിൽ മാസോ അല്ലെങ്കിൽ ഭയങ്കര ഹൈ സ്പെസിഫിക് കപ്പാസിറ്റി ഉള്ള ബോഡീസിനെ നമുക്ക് സോഴ്സ് ആയും സിങ്ക് ആയും ട്രീറ്റ് ചെയ്യാം. ഇവന്മാരുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇവന്മാരിൽ നിന്ന് നമുക്ക് എത്ര ഹീറ്റ് ഇങ്ങോട്ട് എടുക്കാം, അല്ലെ എത്ര ഹീറ്റ് അങ്ങോട്ട് സപ്ലൈ ചെയ്യാം, പക്ഷേ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവില്ല. ഫൈൻ, ഓക്കെ. ഇനി നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് രണ്ട് സ്റ്റേറ്റുകളാണ് ഉള്ളത്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റും. ഓക്കെ, രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, രണ്ടും അറിഞ്ഞിരിക്കണം. രണ്ടും ആക്ച്വലി ഒന്ന് തന്നെയാണ്, പക്ഷെ രണ്ട് രീതിയിൽ പറഞ്ഞേക്കുന്നതാണ്. രണ്ടും ഒന്നാണെന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. രണ്ടും കേൾക്കുമ്പോൾ രണ്ട് സംഭവങ്ങളാണെന്ന് തോന്നും, പക്ഷെ ബേസിക്കലി രണ്ടിന്റെയും സിഗ്നിഫിക്കൻസ്, തെർമോഡൈനാമിക് സിഗ്നിഫിക്കൻസ് ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് രണ്ടിനെയും ഒരു ലോ അണ്ടറിൽ പഠിക്കുന്നത്. കെൽവിൻ പ്ലാങ്ക് പറഞ്ഞെന്താ? കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്താ? It is impossible to construct a device that operates in a cycle which receives heat from a single reservoir and convert the entire amount of heat into work. ക്ലോഷ്യസ് പറഞ്ഞ എന്താണ്? It is impossible to construct a device that would operate in a cycle which extracts heat from a lower temperature reservoir and supplies to a higher temperature reservoir without any external agency. ഓക്കെ, കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ PM2 ഈസ് നോട്ട് പോസിബിൾ എന്നാണ് എൻ്റെ അർത്ഥം. എന്താണ് PM1? PM1 എന്താണ് ഓർമ്മയുണ്ടോ? ഹീറ്റ് ഇൻപുട്ട് ഇല്ലാതെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പറ്റുന്ന ആ ഒരു ഇതിനെ നമുക്ക് PM1 എന്ന് വിളിക്കാം. അതിന്റെ എഫിഷ്യൻസി വിൽ ബി ഇൻഫിനിറ്റി. കാരണം ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട് ആണ് എഫിഷ്യൻസി. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ സീറോ ആണ്. ഒരു ഇൻപുട്ടും ഇല്ല ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം ഇല്ല. അതിനെ നമുക്ക് PM1, പെർപെച്വൽ മോഷൻ മെഷീൻ 1 എന്ന് വിളിക്കാം. പെർപെച്വൽ മോഷൻ മെഷീൻ 2 എന്ന് പറഞ്ഞാൽ ഹീറ്റ് എടുക്കും, അതിനെ തന്നെ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യും, പക്ഷേ എടുത്ത ഹീറ്റ് മുഴുവൻ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. when the device that operates in a cycle, ഒരു സൈക്കിളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡിവൈസ് which converts complete heat energy into work is called
a perpetual motion machine. അതിന്റെ എഫിഷ്യൻസി എന്തായിരിക്കും മക്കളെ? അതിന്റെ എഫിഷ്യൻസി 100% കാരണം ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം ആണ്. സോ ഔട്ട് മൈനസ് ഇൻ ഇൻറ്റു 100 ആണ് എഫിഷ്യൻസി പെർസെൻറ്റേജ് വരുന്നത്. എഫിഷ്യൻസി 100% ആയിരിക്കും. അങ്ങനെ ഒരു ബോഡി പോസിബിൾ അല്ല. It is impossible to construct a device that operates in a cycle which reservoirs heat from a single reservoir. ഇതൊരു സിംഗിൾ റിസർവോയർ, ഒരു സിംഗിൾ റിസർവോയർ, a single reservoir and convert the entire amount of heat into work. കംപ്ലീറ്റ് സാധനത്തിന് ഇതൊരു സോഴ്സ് ആണ്. ഓക്കെ, സോഴ്സ് ആണ്. ആ കംപ്ലീറ്റ് ഹീറ്റിനെ വർക്കാക്കി മാറ്റാൻ കഴിയുന്ന ഒരു എഞ്ചിനോ അല്ലെങ്കിൽ ഒരു ഡിവൈസോ ഉണ്ടാക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ എന്നാണ് കെവിൻ പ്ലാങ്ക് പറഞ്ഞത്. ക്ലോഷർ സ്റ്റേറ്റ്മെന്റ് അഗെയിൻ ക്ലോഷർ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കൃത്യമായിട്ട് എങ്ങനെ ഇതിനെ ഡയറക്ഷണൽ ലോ എന്ന് വിളിക്കുന്നത് കൃത്യമായിട്ട് ക്ലോഷർ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസിഡർ ഡിവൈസ് ദാറ്റ് വുഡ് ഓപ്പറേറ്റ് ഇൻ എ സൈക്കിൾ. ഇവിടെ അത് തന്നെ പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസിഡർ ഡിവൈസ് ദാറ്റ് വുഡ് ഓപ്പറേറ്റ് ഇൻ എ സൈക്കിൾ വിച്ച് എക്സ്ട്രാക്ട് ഹീറ്റ് ഫ്രം എ ലോ ടെമ്പറേച്ചർ റിസർവോയർ. ഇത് ലോ ടെമ്പറേച്ചർ ആണ്, അല്ലെങ്കിൽ ഇത് ഐസ്, നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം ഐസ്. ഇത് ഫയർ. We cannot. It's impossible to construct a device that would operate in a cycle that extract heat from ice. ഇതിൽ നിന്ന് ഹീറ്റ് എടുത്ത് ഹയർ ടെമ്പറേച്ചറിലേക്ക് കൊടുക്കുന്ന ഒരു ഡിവൈസിനെ, അതായത് സൈക്കിൾ ഓപ്പറേറ്റിംഗ് ഡിവൈസിനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റൂല എന്നല്ല ക്ലോഷേഴ്സ് പറഞ്ഞത്. കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല ഗിവൺ ദർ ഈസ് നോ എക്സ്റ്റേണൽ ഏജൻസി. ഒരു എക്സ്റ്റേണൽ വർക്ക് കൊടുക്കാതെ പറ്റില്ല. ലോ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ തീർച്ചയായിട്ടും ഒഴുക്കാൻ പറ്റും. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലേക്ക് നമുക്ക് ഹീറ്റിനെ ഒഴുക്കാൻ പറ്റും. ഹീറ്റ് ലോ ടെമ്പറേച്ചർ ബോഡിയിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലേക്ക് നമുക്ക് കളയാൻ വേണ്ടി പറ്റും when it's operating in a cycle, but we have to give some work. ഇതിനെയാണ് റെഫ്രിജറേഷൻ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഉടനെ പഠിക്കും അതിനെ പറ്റിയിട്ട്. അപ്പോ നോർമൽ സർക്കംസ്റ്റാൻസസിൽ ഫയറിൽ നിന്ന് ഐസിലേക്ക് മാത്രമേ ഹീറ്റ് പോകുള്ളൂ. അതേസമയം ഇത് ഞാൻ അങ്ങനെ പറയുന്നില്ല. ഹൈ ടെമ്പറേച്ചർ ബോഡി TH എന്നോ T1 എന്നോ വിളിക്കാം, പിന്നെ ലോ ടെമ്പറേച്ചർ ബോഡി T2 എന്ന് വിളിക്കാം. അപ്പം സാധാരണഗതിയിൽ T1 നിന്ന് T2ലേക്ക് മാത്രമേ Q പോകുള്ളൂ. പക്ഷേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഏജൻസി ഒരു വർക്കും കൂടെ നമുക്ക് കൊടുത്താൽ നമുക്ക് ഇതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലേക്ക് നമുക്ക് ഇതിനെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ക്ലോഷർ. ഇത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ കുറെ സമയം കളഞ്ഞത്. ഒരുപാട് സമയം കളഞ്ഞില്ല, ബട്ട് അങ്ങനെയാണ് ഇതിന്റെ കൺസെപ്റ്റ്. സോ കെൽവിൻ പ്ലാങ്ക് പറയുന്നത് it is impossible to construct a device that operates in a cycle which receives heat from a single reservoir and converts the entire amount of heat into work. ക്ലോഷേഴ്സ് പറയുന്നത് it is impossible to construct a device that would operate in a cycle which extracts heat from a lower temperature reservoir and supplies to a high temperature reservoir without any external agents. അടുത്തത് ഹീറ്റ് എഞ്ചിൻ. ഹീറ്റ് എഞ്ചിൻ പറഞ്ഞ ആപ്ലിക്കേഷൻ ഓഫ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓഫ് ക്ലോഷർ സ്റ്റേറ്റ്മെന്റ് ആണ് നേരത്തെ പറഞ്ഞത്. ഇത് നമ്മൾ ഓൾറെഡി പണ്ടോട്ടേ പഠിക്കുന്നതാണ്, പ്ലസ് 1 പ്ലസ് 2 തൊട്ടേ പഠിക്കുന്നതാണ്. സോ ഞാൻ കുറച്ച് സ്പീഡിൽ പറയും. T1 എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ ബോഡി സോഴ്സ്, ഇതൊരു സോഴ്സ് ആണ്. അതിൽ നിന്ന് ഒരു ഹീറ്റ് എഞ്ചിൻ എടുക്കുവാണ്. എന്നിട്ട് അത് കുറച്ച് ഹീറ്റ് അത് ലോവർ ടെമ്പറേച്ചർ ബോഡിയിലോട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് സിങ്ക് എന്ന് വിളിക്കും. ഓക്കെ, സ്പെല്ലിംഗ് എനിക്കറിയില്ല. സിങ്ക്. ഓക്കെ, ആൻഡ് ആ ഒരു ഫോഴ്സിൽ, ആ ഒരു ഹീറ്റ് കൊടുക്കുന്ന ഫോഴ്സിൽ കുറച്ച് ഹീറ്റ് എനർജി അത് വർക്കായിട്ടും കൂടെ കൺവേർട്ട് ചെയ്യും. അതാണ് ഹീറ്റ് എഞ്ചിന്റെ പ്രത്യേകത. ഹൈ ടെമ്പറേച്ചർ ആണ് T1, ലോ ടെമ്പറേച്ചർ ആയിരിക്കും T2. ഓക്കെ, ഈ Q1 ഹീറ്റിനെയാണ് Q2 വർക്കുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? Q1 ഈസ് ഈക്വൽ ടു W പ്ലസ് Q2 നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് W എഴുതി കഴിഞ്ഞാൽ എന്താ W എന്ന് പറഞ്ഞാൽ Q1 മൈനസ് Q2 ആണ് W. Q1 മൈനസ് Q2 ആണ് W. ഓക്കെ, എഫിഷ്യൻസി ഞാൻ പറഞ്ഞു, ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട്. വർക്കാണ് ഇവിടുത്തെ ഔട്ട്പുട്ട്, ഹീറ്റ് ആണ് ഇവിടുത്തെ ഇൻപുട്ട്. വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഹീറ്റ് ഇൻപുട്ട് ആണ് എഫിഷ്യൻസി. അപ്പോൾ വർക്ക് ഡിവൈഡ് ബൈ ഹീറ്റ് ഇൻപുട്ട്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇത് എടുക്കുന്ന ഹീറ്റ് Q1, വർക്ക് W. നമുക്ക് ഓൾറെഡി നമ്മൾ Q1 Q2 ടൈപ്സ് പറഞ്ഞു. Q1 മൈനസ് Q2 ആണ് W. സോ Q1 മൈനസ് Q2 ഡിവൈഡ് ബൈ Q1 അല്ലെങ്കിൽ 1 മൈനസ് Q2 ബൈ Q1. രണ്ടും ഒന്ന് തന്നെയാണ്, മാത്തമാറ്റിക്സ് ആണ്. 1 മൈനസ് Q2 ബൈ Q1. ഇതിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? എഫിഷ്യൻസി എന്ന് പറയാൻ പറ്റുന്നത്. ഈ എഫിഷ്യൻസി, ഈ ഹീറ്റ് എടുത്തിട്ട് ഹീറ്റ് കളയുന്ന എഫിഷ്യൻസി റിവേഴ്സിബിളും ഇറവേഴ്സിബിൾ സൈക്കിളിനും ബാധകമാണ്. ഓക്കെ, പക്ഷേ റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ആണെങ്കിലോ, റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ Q2 ബൈ Q1 അല്ലെങ്കിൽ ഹീറ്റ് എടുക്കുന്നതിന്റെ റേഷ്യോ അതിന്റെ ടെമ്പറേച്ചറിന്റെ റേഷ്യോക്ക് തുല്യമായിരിക്കും. Q2 ബൈ Q1 is equal to T2 by Q1. Okay, Q2 by Q1 is equal to T2 by Q1.
അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻസ്. അപ്പം ഇത് റിവേഴ്സിബിൾ സൈക്കിളിന് മാത്രമാണെങ്കിൽ നമുക്ക് Q2/T1 T2/T1 എഴുതാൻ പറ്റും. അതായത് 1 മൈനസ് T2/T1 എഴുതാൻ പറ്റും. ഓർ വി ക്യാൻ റൈറ്റ് T1 മൈനസ് T2 ഡിവൈഡ് ബൈ T1. ഓക്കെ, അതാണ് ഹീറ്റ് എഞ്ചിൻ. വി ഓൾറെഡി നോ ഇറ്റ്. നൗ ക്ലോസ് സ്റ്റേറ്റ്മെന്റ് ആപ്ലിക്കേഷൻ എന്താണ്? റെഫ്രിജറേറ്റർ. റെഫ്രിജറേറ്ററിന്റെ കാര്യം എങ്ങനെയാണ്? സിംഗിൾ നിന്ന് SINK ആണ് കറക്റ്റ്. ഇത് അറിയാലോ നിങ്ങൾക്ക്, ഞങ്ങൾ നോട്ടിന്റെ ആവശ്യമില്ല. നൗ ഇത് സിംഗിൾ നിന്ന് സോഴ്സിലേക്കാണ് ഹീറ്റ് എടുക്കുക. സിംഗിൾ നിന്ന് കുറച്ച് ഹീറ്റ് എടുത്തിട്ട് കുറച്ച് വർക്ക് ഇൻപുട്ട് കൊടുത്ത് Q1ലേക്ക് ഒഴുക്കും. ഞാൻ പറഞ്ഞു ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലേക്ക്. Q2 ആണ് ലോ ടെമ്പറേച്ചർ. ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലേക്ക് ഒരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഹീറ്റ് നമുക്ക് ഒഴുക്കാൻ പറ്റും. അതിനെ പറഞ്ഞ പേരാണ് റെഫ്രിജറേറ്റർ. ഓക്കെ, അപ്പൊ Q2 ആണ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിമൂവ്ഡ് ഫ്രം ദ ലോ ടെമ്പറേച്ചർ റീജിയൻ. Q2 ആണ് ഇതാണ് എടുക്കുന്ന ഹീറ്റ്. അത് നമുക്ക് ഈ T2 എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ പറഞ്ഞ ഐസ്, ഇതാണ് നമ്മൾ പറഞ്ഞ ഫയർ. ഐസിൽ നിന്ന് ഹീറ്റ് എടുക്കുന്നു, Q2 എടുക്കുന്ന കുറച്ച് വർക്കും കൂടെ കൊടുത്ത് അത് T1ലേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ Q2 എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിമൂവ്ഡ് ഫ്രം ലോ ടെമ്പറേച്ചർ റീജിയൻ. Q1 എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് സപ്ലൈ ടു ദ ഹൈ ടെമ്പറേച്ചർ റീജിയൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇക്വേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? Q2 ഇങ്ങനെ എഴുതിയാൽ മതി. ഇതിപ്പോൾ ഹീറ്റ് എഞ്ചിൻ ആണെങ്കിലും റെഫ്രിജറേറ്റർ ആണെങ്കിലും ഇൻ ഈസ് ഈക്വൽ ടു ഔട്ട് എന്നുള്ള രീതിക്കാണ് നമ്മുടെ ഈ ഒരു കൺസെപ്റ്റ് വരുന്നത്. അതായത് നമ്മൾ അകത്തോട്ട് പോകുന്ന ആരോ ചേർക്കുക Q2 W, Q2 പ്ലസ് W ഈസ് ഈക്വൽ ടു Q1. നേരത്തെ കേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. Q1 ഈസ് ഈക്വൽ ടു എന്താണ്? W പ്ലസ് Q2. ഇന്നിലോട്ട് വരുന്നത് Q1 മാത്രമേ ഉള്ളൂ, W Q2 പുറത്തോട്ട് പോകും. ഇവിടുത്തെ കേസ് ആണെങ്കിലോ Q2 മാത്രമേ ഇന്നോട്ട് വരുന്നുള്ളൂ, അല്ല Q2 W ഇന്നോട്ട് വരുന്നുണ്ട്, Q1 പുറത്തോട്ട് പോകും. അതായത് Q2 പ്ലസ് W ഈസ് ഈക്വൽ ടു Q1 എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അതിനകത്ത് നമുക്ക് വർക്കും കണ്ടുപിടിക്കാൻ പറ്റും. വർക്ക് എന്ന് പറഞ്ഞാൽ Q1 മൈനസ് Q2 ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ എഫിഷ്യൻസി അല്ല പറയുന്നത്, കോഎഫിഷ്യന്റ് ഓഫ് റെഫ്രിജറേഷൻ വാക്കാണ് ഉപയോഗിക്കുന്നത്. കോഎഫിഷ്യന്റ് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ് റെഫ്രിജറേഷൻ എഫക്ട്. ഈ നെറ്റ് റെഫ്രിജറേഷൻ എഫക്ട് എന്ന് പറഞ്ഞാൽ Q2 ആണ്. കൂടുതൽ Q2 എടുത്തു കഴിഞ്ഞാൽ റെഫ്രിജറേഷൻ കൂടിയില്ലേ? ഐസിൽ നിന്ന് കൂടുതൽ ഹീറ്റ് എടുത്ത് കളയാൻ പറ്റുമെങ്കിൽ കൂടുതൽ റെഫ്രിജറേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ Q2 ആണ് റെഫ്രിജറേഷൻ എഫക്ട്. Q2 ഡിവൈഡ് ബൈ വർക്ക് ഡൺ. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? Q1 മൈനസ് Q2. ഓക്കെ, മറ്റെടുത്ത് എന്തായിരുന്നു നമ്മൾ ചെയ്തത്? മറ്റെടുത്ത് നമ്മൾ ചെയ്തത് എന്താണ്? മറ്റെടുത്ത് വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഹീറ്റ് ഇൻപുട്ട്. വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഹീറ്റ് ഇൻപുട്ട്. ഇവിടെ ഹീറ്റ് അല്ലെങ്കിൽ ഈ റെഫ്രിജറേഷൻ എഫക്റ്റ് ഡിവൈഡ് ബൈ വർക്ക് സപ്ലൈഡ് ആണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഫോർ റെഫ്രിജറേഷൻ പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ബിക്കംസ് Q2 divided by Q1 minus Q2. Q2 divided by Q1 minus Q2. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷൻ വെച്ച്, ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഇക്വേഷൻ ഈസിയായിട്ട് ഡെറൈവ് എടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഇത് റിവേഴ്സിബിളിന് ഇറിവേഴ്സിബിൾ ഒരുപോലെ ബാധകമാകുന്നതാണെങ്കിൽ ഇത് റിവേഴ്സിബിളിന് മാത്രമാണ്. ക്യൂകളെല്ലാം Q വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിവേഴ്സിബിൾ എനർജിക്ക് മാത്രമാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഹീറ്റ് പമ്പ് എന്നൊരു സാധനമുണ്ട്. ഈ പമ്പിന് സെയിം സംഭവമാണ്, പക്ഷേ ഹീറ്റ് പമ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹീറ്റ് പമ്പ് ഉപയോഗിക്കുന്നത്, നമ്മൾ റെഫ്രിജറേഷൻ ഉപയോഗിക്കുന്നത് ഈ Q2 കൂട്ടാൻ വേണ്ടിയാണ്. Q2 കൂടി കഴിഞ്ഞാൽ റെഫ്രിജറേഷൻ പവർ കൂടുതലെന്ന് പറയും. ഇനി ഈ Q1 കൂടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ Q1 ആണ് നമുക്ക് ഡിസൈഡ് ഔട്ട്പുട്ട് ആവുന്ന കേസ് എന്ന് പറഞ്ഞാൽ അതാണ് ഹീറ്റ് പമ്പ്. അവിടെ നമുക്ക് എന്താ പറയാൻ പറ്റുക? നമുക്ക് Q1 ഡിവൈഡ് ബൈ വർക്ക് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. നമ്മൾ QH എന്നും QC ഹോട്ട് കോൾഡ് എന്ന് എഴുതിക്കുന്നേ ഉള്ളൂ. QH എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി QH എന്ന് പറഞ്ഞാൽ ഓക്കെ, QH എന്ന് പറഞ്ഞാൽ Q1 ആണ്, QC എന്ന് പറഞ്ഞാൽ Q2 ആണ്. ഓക്കെ, അപ്പോ ഇവിടെ എന്താ പറയാ, ഡിസൈഡ് എഫക്ട് ഡിവൈഡ് ബൈ വർക്ക്. ഇവിടെ ഡിസൈഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ ഇതല്ല, ഡിസൈഡ് എഫക്ട് ഇതല്ല. ഡിസൈഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ Q1, ഇതാണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് ഹീറ്റ് പമ്പിന്റെ കേസ്. സോ Q1 ഡിവൈഡഡ് ബൈ ഈ പറയുന്ന വർക്ക് ഡൺ. ഓക്കെ, വർക്ക് ഡൺ എപ്പോഴും Q1 മൈനസ് Q2 ആണ്, അല്ലെങ്കിൽ QH മൈനസ് QC ആണ്. അപ്പോൾ നമുക്ക് റിവേഴ്സിബിൾ റിവേഴ്സിബിൾ കിട്ടും, ഈ ടെമ്പറേച്ചർ കൺവേർട്ട് ചെയ്യുമ്പോൾ റിവേഴ്സിബിൾ കിട്ടും. ഓക്കെ, എന്നിട്ട് അവസാനം നമുക്ക് ചെറിയ മാത്തമാറ്റിക്കലായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിനെ നമുക്ക് PC ബൈ PH മൈനസ് PC പ്ലസ് T1 എന്ന് എഴുതാം. അതൊന്നും നമുക്ക് വേണ്ട. ഒറ്റ കാര്യം മാത്രം ഓർത്താൽ മതി, കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഓഫ് ഹീറ്റ് പമ്പ് എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും ഇതിനേക്കാൾ കോഎഫിഷ്യന്റ് പെർഫോമൻസ് ഓഫ് റെഫ്രിജറേഷൻ. ഇതെന്ന് പറഞ്ഞാൽ 1 ഡിവൈഡ് ബൈ എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ. ഈ ഇക്വേഷൻ വേണമെങ്കിൽ ഒന്ന് ഓർക്കും. ഞാൻ ഒന്നുകൂടെ വൃത്തിയായിട്ട് എഴുതി തരാം, അപ്പൊ നോട്ടിൽ നോക്കി പഠിക്കാൻ എളുപ്പമായിരിക്കും. സിമ്പിൾ ആണ്. എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഓഫ് എന്താ ഹീറ്റ് പമ്പ് is equal to 1 plus
coefficient of performance of refrigerator is equal to 1 divided by eta അല്ലെങ്കിൽ efficiency of heater. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി നമുക്ക് കാസ്കേഡിംഗ് എഫക്റ്റിലോട്ട് വരാം. കാസ്കേഡിംഗ് എഫക്റ്റിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഭയങ്കര ഡീറ്റെയിൽഡ് അനാലിസിസ് ഒക്കെ നമ്മൾ ചെയ്താണ് ഈ ഇക്വേഷനോട്ട് നമുക്ക് എത്തുന്നത്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ടുന്നത് ഈ ഇക്വേഷൻസ് ആണ്. എന്തൊക്കെയാണ് ഇക്വേഷൻസ് നോക്കുക. കാസ്കേഡിംഗ് എഞ്ചിൻ ആണെങ്കിൽ ഈറ്റ ഓവറോൾ എന്ന് പറഞ്ഞാൽ ഈറ്റ1 ഇത് ഈ ഒരു ഇത് 1 ഫസ്റ്റ് ഹീറ്റ് എഞ്ചിൻ, ഇത് ഫസ്റ്റ് ഹീറ്റ് എഞ്ചിൻ, ഇത് സെക്കൻഡ് ഹീറ്റ് എഞ്ചിൻ, ഇത് ഫസ്റ്റ് ഹീറ്റ് എഞ്ചിൻ, ഇത് സെക്കൻഡ് ഹീറ്റ് എഞ്ചിൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി പ്ലസ് സെക്കൻഡ് ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി മൈനസ് എഫിഷ്യൻസി ഓഫ് ഈറ്റ1 ഇൻറ്റു ഈറ്റ2, അതായത് എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ 1 ഇൻറ്റു എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ 2. അത് ചെയ്യുമ്പോൾ നമുക്ക് ഓവറോൾ എഫിഷ്യൻസി കിട്ടും ഈ ഒരു കംപ്ലീറ്റ് സംഭവത്തിൽ. അപ്പോൾ ഈറ്റ1 പ്ലസ് ഈറ്റ2 മൈനസ് ഈറ്റ1. ഇനി ഈ കേസിൽ വേറൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടത്തെ എഫിഷ്യൻസിയും സെയിം ആവുന്ന കേസിൽ നമുക്ക് T2 ഈ പറയുന്ന ഈ ഇന്റർമീഡിയറ്റ് ഉള്ളത് റിസർവ് ചെയ്യണം. T2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് T1 3 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതായത് ജിയോമെട്രിക് മീൻ ആയിരിക്കും രണ്ടിന്റെ എഫിഷ്യൻസിയും ഈക്വൽ ആണെങ്കിൽ. ഇനി ഇവിടെ നിന്ന് കിട്ടുന്ന വർക്ക് ഈ രണ്ട് വർക്കും സെയിം ആണെങ്കിൽ നമുക്ക് T2 എന്ന് പറഞ്ഞ അരിത്തമെറ്റിക് മീൻ ഓഫ് T1 അതായത് T1 പ്ലസ് T3 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, വേറെ കാര്യങ്ങളൊന്നുമില്ല. So ഇത് ഓവറോൾ efficiency 1 plus efficiency 2 minus efficiency 1 into efficiency 2. Efficiency 1 efficiency 2 equal ആണെന്നുണ്ടെങ്കിൽ T2 is equal to geometric mean of T1 3 T3. വർക്ക് രണ്ടും സെയിം ആണ് നമുക്ക് കിട്ടുന്നെങ്കിലോ T1 plus T3 divided by 2 ആണ്. അതുപോലെ കാസ്കേഡിംഗ് യൂസ് ഓഫ് റെഫ്രിജറേഷൻ സിസ്റ്റത്തിനകത്ത് എന്താ വരുന്നത്? COP ഓവറോൾ എന്ന് പറഞ്ഞാൽ COP1 into COP2 divided by COP1 plus COP2 plus 1. Okay, COP1 into COP2 divided by COP1 plus COP2 plus 1. ഇതാണ് അതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. നമ്മൾ എന്താ ഡീറ്റെയിൽ അനാലിസിസിലോട്ട് പോകണ്ട, കാരണം സിമ്പിൾ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ചോദിക്കുന്നത്. ഫൈൻ. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് ലോയുടെ ബിഗിനിങ്. അതാണ്. ഇനി നമുക്ക് സെക്കൻഡ് ലോയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റിലോട്ട് പോകണേ ഉള്ളൂ. എൻട്രോപ്പി അതുള്ള കൺസെപ്റ്റിലോട്ട് നമ്മൾ പോകണേ ഉള്ളൂ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഈ ക്ലാസ്സിലെല്ലാം മനസ്സിലാകാൻ ശ്രദ്ധിക്കുന്നു. താങ്ക് യു.